നെക്സ്റ്റ് അൽഗോരിതമാണ് അഡാബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതും ട്രീ ബേസ് മോഡലൊക്കെ ആയിട്ട് തന്നെയാണ് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ലോജിസ്റ്റിക് മോഡലില്ലേ റിഗ്രഷന്, അതൊക്കെയാണ് ക്ലാസിഫിക്കേഷനൊക്കെ വേണ്ടിയിട്ട് ബേസ് മോഡലായിട്ട് എടുത്തിട്ട് ചെയ്യുന്നത്. ഇതും ബൂസ്റ്റിംഗ് മെത്തേഡ് അറിയില്ലേ, ഒരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതിൻ്റെ എറർ അടുത്ത ഫോക്കസ് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ആ ഒരു ബേസ് തന്നെ വരുന്നത്. പിന്നെ ഈ അഡാബൂസ്റ്റിൽ നിന്നാണ് നെക്സ്റ്റ് വരുന്ന ആ ഒരു ലൈറ്റ് GBM, XG ബൂസ്റ്റ്, ക്യാറ്റ് ബൂസ്റ്റ് അതൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നത്. ബേസായിട്ട് ആദ്യം ഡിസിഷൻ ട്രീസ്, ദെൻ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബൂസ്റ്റിംഗ് മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബൂസ്റ്റിങ്ങിൽ എന്തായിരുന്നു ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ അതിൻ്റെ തന്നെ ഒരു നോർമൽ ടൈപ്പാണ് ഗ്രേഡിയൻ ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട്, നമ്മൾ ഗ്രേഡിയൻ ഡീസെൻ്റ് എന്ന് പറഞ്ഞിട്ട് ചെയ്തായിരുന്നില്ലേ. അപ്പോൾ ആ ഒരു ഇതും പിന്നെ ഇതൊന്ന് ഡെവലപ്പ് ചെയ്ത് വന്നാണ്. ഇതിന് കുറച്ച് ഡൗൺ സൈഡ്സൊക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ കമ്പ്യൂട്ടേഷനിലൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആക്കണമല്ലോ. അപ്പം അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നാണ് ലൈറ്റ് GBM. അത് നന്നായിട്ട് മെമ്മറി എഫിഷ്യൻസി ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നതാണ്. പിന്നെ XG ബൂസ്റ്റ് വരുമ്പോൾ കുറേ ഇൻബിൽറ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ടായി. സോ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒരു 2-3 ഇയേഴ്സിൻ്റെ ഗ്യാപ്പിലൊക്കെയാണ് ചിലതൊക്കെ വന്നത്. ചിലത് നല്ല ടൈം എടുത്ത് 2014 എന്താണ് XG ബൂസ്റ്റ് വന്നിരിക്കുന്നത്. ആൻഡ് ഇത് 1995 വന്നിരിക്കുന്നത്. സോ അത്രയും ഗ്യാപ്പ് ഉണ്ട് അവിടെ ഇമ്പ്രൂവ് ചെയ്ത് വരുമ്പോൾ. അതിൻ്റെ ഓരോ മോഡലിനും അതിൻ്റേതായിട്ടുള്ള ഡൗൺ സൈഡ്സും ഉണ്ട്, ആൻഡ് യൂസ് കേസിനനുസരിച്ചിട്ട് അതിന് പോസിറ്റീവ് സൈഡ്സും ഉണ്ട്. ഓക്കെ, സോ ഇതിൽ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മിറ്റി ഓഫ് വീക്ക് ലേണേഴ്സ് എങ്ങനെയാണ് ഒരു സ്ട്രോങ് ലേണറായിട്ട് ചേഞ്ച് ചെയ്യണമെന്നാണ്. ഓക്കെ, ആൻഡ് AdaBoost is a meta algorithm that turns many weak learners, each barely better than a coin flip, into one strong classifier by adaptively focusing on whatever it keeps getting wrong. അതായത് നമ്മളിപ്പോൾ ഒരു കോയിൻ ഫ്ലിപ്പ് ചെയ്യാമെന്ന് വെക്കുക, അതിൽ ഹെഡ് വരാനുള്ളതും ടെയിൽ വരാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 50-50, 1/2. സോ 1/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി റാൻഡം ആണ്. സോ ആ റാൻഡം കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് റിലയബിളായിട്ട് എടുക്കാൻ പറ്റില്ല. സോ അതിനെക്കാട്ടിലും കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 60-40 എന്നുള്ള ഇതൊക്കെ ആണെന്ന് വയ്ക്കുക. സോ ആ ഒരു ടൈപ്പിലുള്ള ബേസ് മോഡൽസ് വെച്ചിട്ട് ഇതിനെ ഇമ്പ്രൂവ് ചെയ്തിട്ട് ആ പ്രഡിക്ഷൻസ് എല്ലാം കൂടി അഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് ഫൈനലി ഒരു സ്ട്രോങ് ലേണർ ഉണ്ടാക്കുന്നത്. അതായത് ഇത് ഭയങ്കരമായിട്ട് സ്മാർട്ടറായിട്ടുള്ള മോഡൽസ് ആദ്യം തന്നെ യൂസ് ചെയ്യുന്നില്ല. ചെറിയ മോഡൽസ് ബെറ്റർ ദാൻ ആ ഒരു റാൻഡംനെസ്സിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള മോഡൽസ് യൂസ് ചെയ്തിട്ട് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടിരുന്നു. വലിയ മോഡൽസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റബ്സ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട് ഇതിൽ. സ്റ്റബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രീയുടെ ഒരു ചെറിയ വേർഷൻ എന്ന് വേണമെങ്കിലും പറയാം. സോ ഒരു ട്രീ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ ഓവർ ഫിറ്റിങ്ങിന് നേരത്തെ ചാൻസ് ഉണ്ട്. അത് ഡീപ്പായിട്ട് ഗ്രോ ചെയ്യുമ്പോൾ ഡെപ്ത് കൂടുമ്പോൾ ഒക്കെ ഓവർ ഫിറ്റിങ്ങിന് ചാൻസ് ഉണ്ട്. പക്ഷേ ഈ സ്റ്റബ്സിന് അത്ര ഇതില്ല. ഒരു 60% ഒക്കെ ആണ് അതിന് പ്രൊഡിക്ഷൻ ചാൻസ് എങ്കിൽ അത് കറക്റ്റ് ആക്കണം എന്നില്ല, പക്ഷേ ഓൾമോസ്റ്റ് കുഴപ്പമില്ലാണ്ട് പ്രൊഡിക്റ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ വെയ്റ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ വെയ്റ്റ്സ് ഇൻക്രീസ് ചെയ്തിട്ട് അതിനെ ഫോക്കസ് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ റോങ് ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്ന ആ ഒരു സംഭവങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ കുറച്ചുകൂടി വെയിറ്റ് ഇൻക്രീസ് ചെയ്യും. വെയിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടാണ് ഇത് കറക്റ്റായിട്ടുള്ള പ്രൊഡിക്ഷനാണ് അല്ലെങ്കിൽ റോങ് ആയിട്ട് വരുന്നത് ഇന്നതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇതിൻ്റെ മെയിൻ മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ആ റോങ് ആയിട്ടുള്ള പ്രൊഡിക്ഷൻസിലായിരിക്കും ഇത് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് നെക്സ്റ്റ് ലെവലിൽ ഒരു മോഡലും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പോകുമ്പോൾ ഒരു സ്റ്റെപ്പിൽ nth സ്റ്റെപ്പിൽ അത് പ്രോപ്പറായിട്ട് കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അതുവരെയാണ് ഇത് വർക്ക് ചെയ്യുക. അതാണ് ബൂസ്റ്റിങ്ങിൻ്റെ അണ്ടർലൈൻ ടെക്നിക്ക്. സോ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1995 ആണ്. ഇതിൻ്റെ നേരത്തെ കുറച്ച് റിസർച്ച് ഇതൊക്കെ 1991 സംതിങ്ങിൽ തുടങ്ങിയായിരുന്നു. ആൻഡ് AT&T ബെൽ ലാബ്സിലാണ് ഇൻവെൻറ്റ് ചെയ്തത്. സോ ഇത് ആ ഒരു സിംഗിൾ മോഡൽസ് ഇപ്പോൾ കുറേ സിംഗിൾ മോഡൽസ് നമ്മൾ നോക്കിയിരുന്നില്ലേ ML. സോ അതൊന്ന് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്ത് വന്നിട്ട് ഒരു ബെറ്റർ പ്രഡിക്ഷൻസ് നടത്താൻ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഗോഡൽ പ്രൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതും കൂടി ഇതിന് കിട്ടിയിട്ടുണ്ട്. ഹിസ്റ്ററി എന്തോന്നും അത്ര കാര്യമായിട്ട് നോക്കണ്ട. ആൻഡ് അതിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 50% to 95% അക്യുറസി, ടിപ്പിക്കൽ അക്യുറസി ലിഫ്റ്റ് ഓൺ വീക്ക് റൂൾ എൻസംബിൾസ്. നമ്മളൊരു
പക്ക സ്മാർട്ടർ മോഡൽ യൂസ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഒരു വീക്ക് ലേണേഴ്സ് യൂസ് ചെയ്തിട്ട് അവിടെ നിന്ന് സ്മാർട്ട് ലേണേഴ്സ് ക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അക്യുറസി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പ് ഓഫ് വീക്ക് ലേണേഴ്സ് സീക്വൻഷ്യലി വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫൈൻഡിങ്സ് കണ്ടെത്തുകയാണ്. ആൻഡ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ റോബർട്ട് ഷാഫിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ്. ഫ്രോണ്ടോ സംതിങ്, അത് നോക്കണമെന്നില്ല, ഈ ഒരു പാർട്ട് മാത്രം നോക്കിയാൽ മതി. പിന്നെ അതിൻ്റെ ഒരു ജസ്റ്റ് ഹിസ്റ്ററി പോലെ ആണ്, ഇതൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കിയത് കേട്ടോ. Boosting was the first algorithm to make the cheap and weak recipe pay off in practice. Before AdaBoost, ensemble methods were a curiosity. After it, they become a default tool and directly inspired gradient boosting, XGBoost and LightGBM. അതിൻ്റെ കൂടെ ഒരു CAD boost എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട്. The 1995 paper is one of the most cited works in machine learning history. ഇതിൽ ഇത്ര കൺസെപ്റ്റ് ഉള്ളൂ. ഒരു ക്ലാസ് ടെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ എല്ലാം ബിലോ ആവറേജ് സ്റ്റുഡൻസ് ആണെന്ന് വിചാരിക്കുക. ആ സ്റ്റുഡൻസിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെവിടെയൊക്കെയാണോ അവർ മിസ്റ്റേക്സ് വരുത്തുന്നത് ആ മിസ്റ്റേക്സിലൊക്കെ ഓരോ ഫ്ലാഷ് കാർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. സോ ആ ഒരു ഫ്ലാഷ് കാർഡ്സിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ടോട്ടലി അവരെവിടെയൊക്കെയാണ് മിസ്റ്റേക്ക് വരുത്തുന്നത്. സോ നമ്മളെവിടേക്കാണ് മിസ്റ്റേക്ക് വരുത്തുന്നത്, ആദ്യത്തെ റൗണ്ടിൽ മിസ്റ്റേക്ക് വരുത്തുമ്പോൾ അവിടെ ചെയ്ത മിസ്റ്റേക്കിൽ ഓരോ ഫ്ലാഷ് കാർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇന്ന ക്വസ്റ്റ്യനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കും, ആ ക്വസ്റ്റ്യൻസിൽ ഇന്ന പ്ലേസിലാണ് നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തിയെന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാഷ് കാർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ ആ മിസ്റ്റേക്സ് ഫോക്കസ് ചെയ്തിട്ട് അത് മാക്സിമം കറക്റ്റ് ചെയ്യാൻ തുടങ്ങി. അവർ സ്മാർട്ടറായി എന്നല്ല, പക്ഷെ ആ ഫോക്കസ് അതിന് കൊടുക്കാൻ തുടങ്ങിയതുകൊണ്ട് ബെറ്ററായിട്ട് കുറച്ചുകൂടി വർക്ക് ചെയ്യാൻ പറ്റി. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഫ്ലാഷ് കാർഡ്സ് അത് ജസ്റ്റ് എക്സാമ്പിളാണ്, ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വരുത്തുകയെന്ന് വെച്ചോ, നമ്മൾ ആരും ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഇഗ്നോർ ചെയ്തിട്ട് ചിലപ്പോൾ തോന്നിയ പോലെ ചെയ്ത് വെക്കും. പക്ഷേ അത് ആരെങ്കിലും പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ നോക്കും നമ്മൾ. ആ ഒരു കൺസെപ്റ്റ് മാത്രമാണ് AdaBoost യൂസ് ചെയ്യുന്നത്. ഇതിൽ ചെയ്യുന്നത് എന്താ, ഒരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ആ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ വരുന്ന എറേഴ്സാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്, കറക്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ റിഗ്രഷൻ ആണെന്നുണ്ടെങ്കിൽ MSE എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ എറർ കിട്ടൂലേ, എറർ കിട്ടുമ്പോൾ അതിന് സ്ക്വയർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് മെത്തേഡ് ഉണ്ട്. ഇക്വേഷന് സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നില്ലേ, അത് ആ വെയ്റ്റ്സ് പ്രോപ്പർലി അനലൈസ് ചെയ്തിട്ട് കൂടുതൽ വെയിറ്റ് വരുന്നതിന് കുറച്ചുകൂടി പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഹൈ വാല്യൂസ് വരുമ്പോൾ അവിടെ പെനാൽറ്റി കൂടുതലായിരിക്കും. സോ എത്ര എറർ വരുന്നോ അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു ഫോക്കസ് കൊടുക്കുക. അതേപോലെ ഇവിടെ പ്രഡിക്ഷൻസിൽ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനിൽ അല്ലെങ്കിൽ റിഗ്രഷനിൽ എറർ വരിക എന്നുണ്ടെങ്കിൽ, റിഗ്രഷനിലാണെന്നുണ്ടെങ്കിൽ MSE ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും, ക്ലാസിഫിക്കേഷനിലാണെന്നുണ്ടെങ്കിൽ ലോഗ്ലോസ് സംതിങ് അങ്ങനെയുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും കറക്റ്റ് ആണോ അല്ലയോ നോക്കുന്നത്. സോ ഈ വെയ്റ്റ്സിനെ ഫോക്കസ് ചെയ്യുമ്പോൾ, എററായിട്ടുള്ള വെയ്റ്റ്സില്ലേ ആ വെയ്റ്റ്സിനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഇതിന് ആ ഒരു വെയ്റ്റ്സ് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം നമുക്കത് പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്ത് കൊടുത്താലേ കറക്റ്റ് പ്രൊഡിക്ഷൻസ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ മോഡൽ യൂസ്ലെസ് ആണ്. സോ അതുകൊണ്ടാണ് അടുത്ത സ്റ്റെപ്പിൽ അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ മേലെയുള്ള ഒരു കോൺസെൻട്രേഷൻ കൂടും. ഒരു ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും ഓരോ സ്റ്റുഡൻസ് അവർ ചെയ്യുന്ന വർക്ക് കറക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അവർ പൊട്ടത്തെറ്റാണ് ചെയ്തു വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതാരും പോയിൻ്റ് ഔട്ട് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ അവർ അടുത്ത ഇതിൽ ആ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യും. സോ അതുകൊണ്ടാണ് അവിടെ ജസ്റ്റ് ഇന്ന ക്വസ്റ്റ്യനിലാണ് നിങ്ങൾ മിസ്റ്റേക്സ് വരുത്തി എന്ന് പറഞ്ഞിട്ട് ഇന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റാക്കി, ഇന്ന ക്വസ്റ്റ്യൻസ് തെറ്റിച്ചു എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അവർ ചെയ്യുമ്പോൾ അവർ പ്രോപ്പറായിട്ട് അത് ഫോളോ ചെയ്യാൻ നോക്കും. സോ സെയിം കൺസെപ്റ്റ്, ആ ഒരു ഫോക്കസ് അങ്ങോട്ട് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സോ അതിൻ്റെ ഒരു സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവറി ട്രെയിനിങ് സാമ്പിൾസ് ഗെറ്റ് ദ സെയിം വെയ്റ്റ് 1/n, നോ ഫേവറേറ്റ് സ്റ്റുഡൻസ് ഓൺ day 1. അതായത് ഒരു മോഡൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ എല്ലാത്തിനും ഈക്വൽ വെയ്റ്റ്സ് തന്നെയാണ് കൊടുക്കുന്നത്, ഒന്നിനും പ്രയോറിറ്റി അങ്ങനെയൊന്നും സെറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ഓപ്പറേഷൻസിനും സെയിം വെയിറ്റേജ് ആയിരിക്കും കൊടുക്കുന്നത്. 1/n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്പർ ഓഫ് ആണെന്നുണ്ടെങ്കിൽ അതിലത്തെ ഒരെണ്ണം എടുക്കുക എന്നുണ്ടെങ്കിൽ 1/n എന്നുള്ള ഇത് വരും. ദെൻ ട്രെയിൻ എ വീക്ക് ലേണർ, ഫിറ്റ് എ സിമ്പിൾ റൂൾ,
യൂഷ്വലി എ ഡിസിഷൻ സ്റ്റംപ് ടു ദ വെയ്റ്റഡ് ഡാറ്റ. സ്റ്റംപ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ഡിസിഷൻ ട്രീയുടെ ഏകദേശം ഒരു മെത്തേഡാണ്. ഇപ്പോൾ നമ്മൾ റിയൽ വേൾഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റബ്സ് എന്നൊക്കെ പറയും. ഈ ബുഷൊക്കെ ഇല്ലേ, ബുഷ് ചെടി അങ്ങനെ കട്ട് ചെയ്ത് നിർത്തണേ, അതേപോലത്തെ ഇതിനൊക്കെയാണ് സ്റ്റബ്സ് എന്നൊക്കെ പറയുക. അതിൻ്റെ ഒരു ചെറിയ വേർഷൻ. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തേക്കണേ. സ്റ്റംപ്സ് എന്ന് പറയും ടു ദ വെയ്റ്റഡ് ഡാറ്റ. ഇറ്റ് ഓൺലി നീഡ്സ് ടു ബി സ്ലൈറ്റ്ലി ബെറ്റർ ദാൻ ചാൻസ്. അതായത് ഈ കോയിൻ ഫ്ലിപ്പിനെക്കാട്ടിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ കപ്പാസിറ്റി ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ സ്റ്റംപ്സ് എന്ന് പറയുന്നത്. ഒരുപാട് ഹെവി ആയിട്ടുള്ള മോഡലും അല്ല യൂസ് ചെയ്യുന്നത്, ഒരു ഭയങ്കര ലോ ആയിട്ടുള്ള മോഡലും അല്ല. ബെറ്റർ ദാൻ ഒരു റാൻഡംനെസ്, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സംഭവം. ഹെവി വെയ്റ്റും അല്ല. സോ അതുകൊണ്ട് ഇങ്ങനെ അത് പാരലലി ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷെ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ സീക്വൻഷ്യലിയാണ് വരുന്നത്, 1 by 1 ആണ് വരിക. ഓക്കെ, ദെൻ റീവെയ്റ്റ് ആണ് നമ്മൾ പറഞ്ഞ ആ ഒരു എറർ കറക്റ്റ് ചെയ്യുന്ന മെത്തേഡ്. ഇപ്പോൾ 100% ഓവറോൾ എടുക്കുക എന്നുണ്ടെങ്കിൽ അതിൽ 80% കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി 20% പ്രൊഡിക്ഷൻസ് എററാണ് വന്നേക്കണത്. അപ്പോൾ റിഗ്രഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെത്തേഡ്സ് യൂസ് ചെയ്യുക, ക്ലാസിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ യൂസ് ചെയ്യുക. എന്നിട്ട് ഈ കറക്റ്റ് ചെയ്യാനുള്ള 20% ഉണ്ടല്ലോ, അതാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യുക. ഹൈലൈറ്റ് ചെയ്തിട്ട് ആ വെയ്റ്റ്സ് ഫോക്കസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതാണല്ലോ കറക്റ്റ് ചെയ്യേണ്ടത്. ബാക്കിയുള്ളത് ഓക്കെ അല്ലേ, 80% ഓക്കെയാണ്. ആ 80% ഓക്കെ ഉള്ളത് അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിൻ്റെ റീവെയിറ്റേജ് ചെയ്യുക. ബംപ് അപ്പ് ദ വെയിറ്റ് ഓഫ് എവറി സാമ്പിൾ ദ ന്യൂ ലേണർ ഗോട്ട് റോങ്. ഈസി സാമ്പിൾസ് ഫെയ്ഡ്, ഹാർഡ് സാമ്പിൾസ് ഗ്രോ. ഹാർഡ് സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ആ ഒരു സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്തില്ലേ, അതേപോലെ ഏറ്റവും കൂടുതൽ എറേഴ്സ് ഉണ്ടാക്കുന്ന സംഭവങ്ങളായിരിക്കും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. കുറവാണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, ഒരു നിയർലി 0 ഒക്കെയാണ് എറർ എന്നുണ്ടെങ്കിൽ അവിടെ അത് ഇഷ്യൂ ഇല്ല. പക്ഷേ അത് ഹൈ വാല്യൂ ആകും തോറും അതിന് കൂടുതൽ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലേ, അപ്പോൾ അതുകൊണ്ട് അതിനായിരിക്കും കൂടുതൽ ഫോക്കസ് പോകുന്നത്. ആൻഡ് ആഡ് ടു കമ്മിറ്റി, ഹാൻഡ് ദ ലേണർ എ വോട്ടിംഗ് ഷെയർ പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് അക്യുറസി, റിപ്പീറ്റ് ഫ്രം സ്റ്റെപ്പ് 2. സോ ഇവിടെ നിന്ന് എഗെയിൻ ട്രെയിൻ എ വീക്ക് ലേണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റംപ്സ് അല്ലെങ്കിൽ സ്റ്റബ്സ് എഗെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അടുത്ത സ്റ്റെപ്പിൽ. എന്നിട്ട് എഗെയിൻ റീവെയിറ്റ് ചെയ്യും, എവിടെയാണോ ഇഷ്യൂ ഉള്ളത് അത് കറക്റ്റ് ചെയ്യും. തന്നെ ആഡ് ടു കമ്മിറ്റി എന്നുള്ളത്. ഈ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു, ഇപ്പോൾ ഡിസിഷൻ ട്രീയിലൊക്കെ ഡിസിഷൻസ് എടുക്കില്ലേ, അതേപോലെ ആ ഒരു ഫൈൻഡിങ്സ് എടുത്താൽ മാത്രമാണ് ഇത് എത്ര കറക്റ്റാണ് എത്ര റോങ് ആണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. സോ ആ ഒരു ഫൈൻഡിങ്സ് കിട്ടിക്കഴിഞ്ഞാലാണ് എഗെയിൻ ഈ വീക്ക് ലേണർ ഇൻട്രൊഡ്യൂസ് ചെയ്യണോ വേണ്ടതെന്നുള്ളത് അപ് ടു nth സ്റ്റെപ്പ് വരെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കാരണം ഇത് കറക്റ്റായിട്ട് വരണമല്ലോ പ്രൊഡിക്ഷൻസ്. അതുകൊണ്ടാണ് അവിടെ നേരത്തെ ആ ഒരു അപ്രോക്സിമേറ്റ്ലി 50% 95 എബോവ് ഒക്കെ ആക്യുറസി കിട്ടാൻ തുടങ്ങിയത്. ഓക്കെ, ഇതിങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പോവുകയാണ്. പക്ഷേ ഈ ഒരു പാത്ത് വേ കറക്റ്റായിരുന്നു. പക്ഷെ അത്രയും കമ്പ്യൂട്ടേഷൻസ് നേരത്തെ ഈ ഒരു അഡാബൂസ്റ്റൊക്കെ യൂസ് ചെയ്തായിരുന്നു. കാരണം ഏർലിയർലി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മോഡലാണ്, അതിൻ്റേതായിട്ടുള്ള ഡൗൺ സൈഡ്സ് ഉണ്ടാവും. ആൻഡ് അതുകൊണ്ടാണ് പുതിയ മോഡൽസ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നത്. ഓക്കെ, ആൻഡ് റിപ്പീറ്റ് T റൗണ്ട്സ് ടു ഫൈനൽ മോഡൽ വെയ്റ്റഡ് മെജോറിറ്റി വോട്ട്. ദെൻ അതിന് ഫൈനലി ഒരു വെയ്റ്റഡ് മെജോറിറ്റി വോട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇത് കാണിച്ചിരിക്കുകയാണ്, ആക്യുറസി എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത് എന്നുള്ളത്. ആൻഡ് സർക്കിൾസ് ആൻഡ് ട്രയാങ്കിൾസ് ആർ 2 classes. Point radius equal to current sample weight. The dashed amber line is the new stump each round. നമുക്കിപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ മാക്സിമം ഇത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണമല്ലോ. അപ്പോൾ ഇത് രണ്ടും SVM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്തായിരുന്നില്ലേ, ഒരു ഹൈപ്പർ പ്ലെയിൻ യൂസ് ചെയ്തിട്ട്. സോ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ചിന്തിച്ചാൽ മതി. അതും ഇതുമായിട്ട് കണക്ഷനല്ല, അത് പ്രോപ്പർലി സെപ്പറേറ്റ് ചെയ്യാനാണ് നോക്കുക. ഹൈപ്പർ പ്ലെയിൻസ് ഇതിൻ്റെ ഇടയിൽ ഹൈപ്പർ പ്ലെയിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാക്സിമം ഡിസ്റ്റൻസിൽ അത് സെപ്പറേറ്റ് ചെയ്ത് കിട്ടണം SVM-ൽ. ഇതിൽ ആ ഒരു ടൈപ്പിലുള്ള എക്സാമ്പിളാണ് യൂസ് ചെയ്തേക്കണേ. ഇതിലിപ്പോൾ എങ്ങനെയാണ്, ഇത് ഇപ്പുറത്തും വരണം, ഈ ബ്ലാക്ക്സ് മൊത്തം ഇപ്പുറത്തും വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പ്രഡിക്ഷൻസ് വരുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ എറേഴ്സ് വരുന്നുണ്ട്. സോ അത് ആ ഒരു ഹൈപ്പർ പ്ലെയിൻസ് പ്രോപ്പർലി അറേഞ്ച് ചെയ്യുന്ന പോലെ ഈ ഒരു ഡാഷ്ഡ് ലൈന് അത് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ സെപ്പറേഷൻ കിട്ടുള്ളൂ. പക്ഷേ ഇതിൽ ലൈൻസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. പ്രോപ്പർ ആ ഒരു എറേഴ്സ് ഫൈൻഡ് ചെയ്യുന്നു. എറേഴ്സ് ഫൈൻഡ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട്
ഇതിൻ്റെ ആ ഒരു ലൈൻസും കാര്യങ്ങളും ജസ്റ്റ് ഇതിനെ കാണിക്കാൻ വേണ്ടി വെച്ചേക്കണമെന്നേ ഉള്ളൂ. ഇത് പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്തെടുക്കുക എന്ന് മാത്രമാണ് അൾട്ടിമേറ്റ് ഗോൾ. സോ ഇവിടെ ഫസ്റ്റത്തെ ആ ഒരു പിക്ചറിൽ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി എല്ലാത്തിനും നോർമലി കൊടുക്കുന്ന വെയ്റ്റ്സ് അല്ലേ, അതിൻ്റെ സൈസ് നോക്കിയാൽ മതി. ഞാൻ ബ്ലാക്കിൻ്റെയും ഇതിൻ്റെയൊക്കെ സൈസ് നോക്കിയാൽ മതി. ഇവിടെ ആദ്യത്തെ റൗണ്ട് 1 സ്റ്റംപ് അക്യുറസി 75% ആണ്. താഴ്ത്താണോ ആ 75% ആകുമ്പോൾ ഇനീഷ്യലി ഒരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ ഒരു എല്ലാത്തിൻ്റെയും സൈസ് നോക്കുക എന്നുണ്ടെങ്കിൽ ഈക്വലാണ് വരുന്നത്. ആ ട്രയാങ്കിൾസ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ബ്ലാക്സിൻ്റെ ഇതാണെന്നുണ്ടെങ്കിൽ ഒരേ വെയ്റ്റ്സ് ആണ് വരുന്നത്. നെക്സ്റ്റ് റൗണ്ടിൽ വേറൊരു മോഡൽ വരുമ്പോൾ അത് ചെക്ക് ചെയ്യുന്നത് ആ വെയിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്കിൻ്റെ ഒക്കെ കണ്ടോ, ആ വെയ്റ്റ്സ് ഇൻക്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ഒരേ ഇതിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. മൂന്നാമത്തേൽ വരുമ്പോൾ ഹെവി വെയ്റ്റ്സ് വരുന്നത് സൈസ് ഇൻക്രീസ് ആയിട്ടില്ലേ ബ്ലാക്കിൻ്റെ, അത് ഓരോന്നിലും കറക്റ്റ് അല്ല ആ ഒരു ഇത് വരുന്നതെങ്കിൽ ആ ഒരു ടൈമിലാണ് ആ വെയ്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പോൾ 88% വരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മാറിയിട്ടുള്ളൂ. ഇനി അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഓരോ ടൈമും എത്ര എണ്ണം കറക്റ്റ് അല്ലാണ്ട് നിൽക്കുന്നോ അതിനൊക്കെ ഈ ഒരു ഹൈ വെയിറ്റേജ് കിട്ടിക്കൊണ്ടേയിരിക്കും ഒരേ സൈഡിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. ഈച്ച് ന്യൂ സ്റ്റംപ് ഈസ് ഫോഴ്സ്ഡ് ടു കെയർ അബൌട്ട് വാട്ട് എവർ ദ പ്രീവിയസ് സ്റ്റംപ്സ് ഗോട്ട് റോങ്. സോ അതുകൊണ്ടാണ് ആ ഒരു വെയിറ്റേജ് അവിടെ ഇൻക്രീസ് വരുന്നത്. ഓരോ സ്റ്റെപ്പിലും എന്ത് എറർ വരുത്തുന്നോ അതിനനുസരിച്ചിട്ടാണ് അവിടെ എറർ വരുത്തുന്ന പോയിൻറ്റ്സ് ഉണ്ടാവില്ലേ അതിന് വെയിറ്റേജ് കൂടുന്നത്. ഓക്കെ, ആൻഡ് ഇതിലൊരു സ്പാം ഫിൽറ്ററിങ്ങിൻ്റെ കേസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഈച്ച് റൂൾ 3 വീക്ക് ഇമെയിൽ റൂൾസ് നോട്ട് 1 സ്ട്രോങ് സ്പാം ഫിൽറ്റർ. നമുക്ക് ഒരു ഇമെയിൽ എങ്ങനെയാണ് സ്പാം ആണോ നോൺ സ്പാം ആണോ എന്ന് ഈ ഒരു മോഡൽ വെച്ചിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഈച്ച് റൂൾ അലോൺ ഈസ് എ കോയിൻ ഫ്ലിപ്പ് വിത്ത് എ സ്ലൈറ്റ് എഡ്ജ്. കമ്പൈൻഡ് ദി ക്യാച്ച് 92% ഓഫ് സ്പാം. ആൻഡ് ഫസ്റ്റ് റൂൾ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമെയിൽ ബോഡി കണ്ടെയ്ൻസ് ദ $സൈൻ. ഓക്കെ, ഇപ്പോൾ സ്പാം ആണെന്നുണ്ടെങ്കിൽ അവിടെ കുറേ കീവേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. ഇപ്പോൾ ഫ്രീ എന്നുള്ള കീവേഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മണി റിലേറ്റഡ് ആയിട്ടുള്ള ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് ഈ ഒരു കീവേഡ്സോ അല്ലെങ്കിൽ സൈൻസോ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതാണ് ആദ്യത്തെ സൈനായിട്ട് അവിടെ എടുക്കുന്നത്. സോ ക്യാച്ചസ് ഒബ്വിയസ് സ്കാംസ് ബട്ട് മിസ്സസ് സബ്റ്റൽ വൺസ്. മാർക്ക് സം ലെജിറ്റിമേറ്റ് ഇൻവോയ്സസ് ആസ് സ്പാം. സോ ഇത് മാത്രമായിട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് അക്യുറേറ്റ് ആയിട്ട് സ്പാം ആണെന്ന് പറയാൻ പറ്റില്ല. പാറ്റേൺസ് അല്ലാണ്ട് എന്തെങ്കിലും കേസിലും വരുന്നുണ്ടാവാം. സോ അടുത്ത കേസും കൂടി നോക്കുകയാണ്. ഇമെയിൽ ഹാസ് നോ അൺസബ്സ്ക്രൈബ് ലിങ്ക്. ആ ഇമെയിലിൽ അൺസബ്സ്ക്രൈബ് ലിങ്ക് ഇല്ലെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യും സ്പാമിനായിട്ട്. റിയൽ ന്യൂസ് ലെറ്റേഴ്സ് ഓൾമോസ്റ്റ് ഓൾവേസ് ഇൻക്ലൂഡ് ഇറ്റ്. സ്പാമേഴ്സ് ഓഫൺ സ്കിപ്പ് ഇറ്റ്. സ്ട്രോങ് സിഗ്നൽ ബട്ട് നോട്ട് അലോൺ. സോ അതിൽ ഒരു 75%ലേക്ക് അത് ഇൻക്രീസ് ആവുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രഡിക്ഷൻ അക്യുറസി 75%ലേക്ക് ഇൻക്രീസ് ആവുന്നുണ്ട്. 70% നിന്ന് 75%. സോ ഓരോ ലെവലിൽ ഇത് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എറർ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന സംഭവങ്ങളുണ്ടാവില്ലേ, അതിന് എഗെയിൻ ഓരോ കണ്ടീഷൻസ് കൊടുത്തിട്ട് അതിനെ ഒന്നുകൂടി ബെറ്റർ ആക്കുകയാണ് ചെയ്യുന്നത്. വെയിറ്റേജ് കൊടുക്കുക മാത്രമല്ല, ഇങ്ങനത്തെ കേസിൽ വരുമ്പോൾ വർക്കിങ്ങിൽ വരുമ്പോൾ അത് കുറച്ചുകൂടി കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ട് അതിനെ ബെറ്റർ ആക്കാനാണ് നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് മാത്രം ആ $സൈന് മാത്രമായിട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ ചിലതിൽ നോട്ട് ഇൻറ്റൻഷനലി അങ്ങനെ വെക്കാറില്ല. പക്ഷേ ഇൻ കേസ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ മണിയുടെ എന്തെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്യേണ്ടി വന്നു, ഒരു കമ്പനി ഇതിൽ മണിയുടെ എന്തെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സാലറി ഇൻക്രീസോ എന്തെങ്കിലും ഇൻക്രീസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതിന് സ്പാമായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ മാത്രം വെച്ചിട്ട് നമുക്ക് ഇത് സ്പാം ആണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ റൂൾ 2ൽ ആ വെയിറ്റേജിൻ്റെ കൂടെ കുറച്ചുകൂടി കണ്ടീഷൻസ് ആഡ് ചെയ്യുന്നത്. അൺസബ്സ്ക്രൈബ് ലിങ്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് അടുത്ത ഒരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് ലൈൻ ഈസ് മോർ ദാൻ 60%, ഓൾ ക്യാപ്സ്. ഈ ഫിഷിങ്സ് അല്ലെങ്കിൽ സ്പാംസിൽ കൂടുതലും ക്യാപിറ്റൽസ് യൂസ് ചെയ്യാറുണ്ട്. ഈ
ഓഫേഴ്സിൻ്റെ ഇതിന് അല്ലെങ്കിൽ അങ്ങനത്തെ സബ്ജക്റ്റ് ലൈനിൽ കുറേ പെട്ടെന്ന് ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സ്മോൾ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ നോർമൽ ഒരു ഇതുപോലെ വായിച്ചു വിടും. പക്ഷേ സ്പാമിൽ വരുമ്പോൾ കൂടുതലും സ്പാമേഴ്സ് ഈ ഒരു ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ഇത് ചെക്ക് ചെയ്തിട്ടാണ് അടുത്തതിൽ കുറച്ചുകൂടി അത് ബെറ്റർ ആക്കുന്നത്. ചീപ്പ് അർജൻസി ടാക്ടിക് yelling in the subject line is a reliable spam tell except for that. ആൻഡ് ഇതിൻ്റെ ടോട്ടൽ കമ്പൈൻഡ് ഒരു അക്യുറസി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 92% വരെ ഇങ്ങനെ മൾട്ടിപ്പിൾ റൂൾസ് അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്പിലും അപ്ലൈ ചെയ്യുമ്പോൾ അത് ഇൻക്രീസ് ആയിട്ട് വരുന്നുണ്ട് ഓരോന്നിൻ്റെയും വെയിറ്റേജ്. സോ ഇതിൻ്റെ ഫസ്റ്റത്തെ ഇത് ഇൻക്രീസ് ആവുന്നതല്ല, ഫസ്റ്റത്തെ എൻ്റെ ഒരു 70% ആണ് അക്യുറേറ്റ് ആയിട്ടുള്ളത് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇത് സെപ്പറേറ്റ് മോഡലായിട്ടാണ് എടുക്കുന്നത്, അതിൻ്റെ ഒരു 75%. ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് 68% ആണ്. സോ ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ മൂന്നും കൂടി ഒരു സ്ട്രോങ്ങർ സിഗ്നലായിട്ടാണ് വരുന്നത്. ഇത് സെപ്പറേറ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇവിടെ $സൈൻ വന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ സ്പാം ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് വീക്ക് ലേണേഴ്സ് കമ്പൈൻ ചെയ്തിട്ട് ഫൈനലി ഒരു സ്ട്രോങ് ലേണർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇതിൽ വിട്ടുപോയ ഒരു ഇതും കൂടി ഉണ്ട്. ഈ ആൽഫ എന്നുള്ളതും വേറൊരു എപ്സിലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റും കൂടി ഉണ്ടല്ലോ. എപ്സിലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എററിൻ്റെ റേറ്റാണ്. ആ എററിൻ്റെ റേറ്റും കൂടി ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ വെയിറ്റ്സ് ആണോ തോന്നുന്നു, ആ കറക്റ്റ് ആക്കുന്ന റേറ്റാണ് തോന്നുന്നു ആൽഫ. ഓക്കെ, why the smart kids vote counts more. Adabus does not let every learner speak equally. Accuracy earns you volume. Voting weight versus accuracy. So learner A 51% accuracy, alpha 0.04 and whisper. സോ ഇതിൽ ഇങ്ങനെയാണ് കൺസെപ്റ്റ്. അതായത് നമുക്ക് പ്രോപ്പർ പ്രഡിക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കോയിൻ്റെ കേസിൽ എടുക്കാൻ നോക്കുക. ഫ്ലിപ്പ് ചെയ്യുമ്പോൾ 50-50 ആണ് ചാൻസ് വരുന്നത്. അതെടുക്കാൻ പറ്റുമോ? ഒരു പ്രഡിക്ഷൻ എടുക്കാൻ പറ്റുമോ? അത് റാൻഡംനെസ് ആണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ആൽഫ എന്നുള്ളത് ലോ ആയിരിക്കും. ആൻഡ് എപ്സിലോൺ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, എറർ റേറ്റ് ആണത്. അത് ഹൈ ആയിരിക്കും. ഹൈ അല്ല, ഒരു മോർ ദാൻ 50% ആണെന്നുണ്ടെങ്കിൽ ഒരു സംഭവത്തിൽ മോർ ദാൻ 50% എറർ റേറ്റ് വരുന്നുണ്ട് വയ്ക്കുക. അല്ലെങ്കിൽ 1 ആണ് ടോട്ടൽ സ്കെയിൽ വരുന്നത്, 100 1.0 എന്ന് എഴുതില്ലേ നമ്മൾ. അപ്പോൾ അതാണ് ടോട്ടൽ സ്കെയിൽ വരുന്നത്. അതിലൊരു 50 or 60% എറർ റേറ്റ് വരുന്നുണ്ട്. അതിൻ്റെ പ്രൊഡിക്ഷൻസ് അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഈ ആൽഫ എന്നുള്ളത് അക്യുറസി പോലെ എടുക്കുക എന്നുണ്ടെങ്കിൽ ആക്യുറസി ഒരു 50% ഉള്ളൂ, അതിൻ്റെ എറർ റേറ്റ് ഹൈ ആണ്. അപ്പോൾ ആ ഒരു കേസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നുള്ളൊരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്യുറസി ഓൾമോസ്റ്റ് ഒരു 60% ആണ്, ഒരു 30% എറർ റേറ്റും ഉണ്ട്, കൺസിഡർ ചെയ്യാം. പിന്നെ വരുന്നത് ഇത് ആക്യുറസിയും കൂടുതലാണ്, എറർ റേറ്റ് ഭയങ്കര കുറവാണ്, അതെടുക്കാം, സ്ട്രോങ് സിഗ്നലാണ്. അങ്ങനെയാണ് ഈ ഒരു ആൽഫയും എപ്സിലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റും കൂടി വെച്ചിട്ട് ഏത് സിഗ്നൽസ് എടുക്കണ്ട എന്നുള്ളത് ഈ ഒരു മോഡൽ തീരുമാനിക്കുന്നത്. അതാണ് പറയുന്നത്. ഇതിൽ 51% അക്യുറസി ഉള്ളൂ, ആൽഫ 0.04 വിസ്പർ. ഇത് ഔട്ട് ഓഫ് 1 ഒക്കെയാണ് ചെക്ക് ചെയ്യുന്നത് അപ്രോക്സിമേറ്റ്ലി. ആൻഡ് 70% അക്യുറസി ആണെന്നുണ്ടെങ്കിൽ 0.42. ഇതിൽ ആ ഒരു ആൽഫ മാത്രം മെൻഷൻ ചെയ്തിട്ടുള്ളൂ, എറർ റേറ്റും കൂടി അതിൽ കൺസിഡർ ചെയ്യും. ചില കേസിൽ എറർ റേറ്റ് ഭയങ്കര ഹൈ ആണ്, ആൽഫ ഒരു മീഡിയം ഉള്ളെങ്കിൽ റിലയബിൾ അല്ല. 95% അക്യുറസി വരുമ്പോൾ ആൽഫ അപ്രോക്സിമേറ്റ്ലി 1.50 ആൻഡ് ഇറ്റ് ഈസ് ഷൗട്ടിങ്. നമ്മൾ ഫീച്ചർ ഇമ്പോർട്ടൻസിൻ്റെ ബേസിൽ പ്രഡിക്ഷൻസ് ചെയ്യില്ലേ, റാൻഡം ഫോറസ്റ്റിൽ ആ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഫീച്ചറാണ് കൂടുതൽ കോൺട്രിബ്യൂഷൻ അവിടെ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ ഇതിലുണ്ട് ഫീച്ചർ ഇമ്പോർട്ടൻസ്. സോ ദ ഇൻട്യൂഷൻ ഈസ് എ ലേണർ at 50% accuracy is a coin flip. Adabus gives it 0 വോട്ടിംഗ് പവർ. കാരണം റാൻഡംനെസ് ആണ്, അത് യൂസ്ഫുൾ ആയിട്ടൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ ഇതെടുക്കേണ്ട കാര്യമില്ല. എ ലേണർ at 100% accuracy is an oracle. It gets the maximum possible say and the committee barely needs anyone else.
സോ ആ ഒരു ഫീച്ചർ ഇമ്പോർട്ടൻസിൻ്റെ കേസ് അവിടെ വരുന്നുണ്ട്. എവറിത്തിങ് ഇൻ ബിറ്റ്വീൻ സ്കെയിൽസ് സ്മൂത്ത്ലി, ദ ബെറ്റർ യു ആർ ദ ലൗഡർ യു സ്പീക്ക്. സോ എത്ര ബെറ്റർ ആണോ, അക്യുറസി എത്ര വരുന്നുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ആ ഒരു ഇതിലുള്ള വോട്ടിങ് പവർ എന്ന് പറയുന്നത്. ഫോർമുല നീഡഡ്, ജസ്റ്റ് റിമെമ്പർ അക്യുറസി ബൈസ് യു വോളിയം. സോ ബാഗിങ്ങും ബൂസ്റ്റും കൂടി ഇതിലെങ്ങനെ വർക്ക് ചെയ്യണമെന്നാണ്. സോ ഇത് ഓൾറെഡി പഠിച്ചാണ്. ബാഗിങ് എന്നുള്ളത് ഇൻഡിപെൻഡൻറ്റ് ട്രീസ് ആയിരിക്കും പാരലലി വർക്ക് ചെയ്യുന്നത്. ആൻഡ് എവറി മോഡൽ ട്രെയിൻഡ് ഇൻ പാരലൽ, നോ മോഡൽസ് ഈസ് അനദർ എറേഴ്സ്. ബൂസ്റ്റിങ്ങിൽ വരുമ്പോൾ സീരിയൽ ട്രെയിനിങ്, സീക്വൻഷ്യലി ആണ്, 1 by 1 ആണ് മോഡൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്നിനെ കറക്റ്റ് ചെയ്തിട്ട് ബെറ്റർ ആക്കുന്നു. റൗണ്ട് n ഡിപ്പെൻസ് ഓൺ റൗണ്ട് n-1 ആൻഡ് ഈച്ച് മോഡൽസ് ഈസ് എ റാൻഡം ബൂട്ട് സ്ട്രാപ്പ് സാമ്പിൾ. റാൻഡം ഫോറസ്റ്റിലൊക്കെ കണ്ടില്ലേ, ഓരോ സാമ്പിളിനെയും സെപ്പറേറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു ട്രീ ഉണ്ടാക്കുന്ന മിസ്റ്റേക്ക് അടുത്ത ട്രീ റിപ്പീറ്റ് ചെയ്യില്ല, റാൻഡം സബ് സാമ്പിൾസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈച്ച് മോഡൽസ് ഈസ് റീവെയ്റ്റഡ് ഡാറ്റ. ഇതിൽ വരുമ്പോൾ ആ റീവെയ്റ്റഡ് ഡാറ്റയാണ് ഓരോ മോഡലും കാണുന്നത്. ആദ്യം ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ എറേഴ്സ് ഉണ്ടോ ആ എറേഴ്സ് ആയിരിക്കും അവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതായിരിക്കും നെക്സ്റ്റ് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. അതാണ്. ദെൻ റെഡ്യൂസസ് വേരിയൻസ് ടേംസ് ഓവർ ഫിറ്റിംഗ് ഇൻ ഹൈ വേരിയൻസ് മോഡൽസ് ലൈക്ക് ഡീപ് ട്രീസ്. കോംപ്ലക്സിറ്റി കൂടുമ്പോൾ ആ ഒരു വേരിയൻസിൻ്റെ ബേസിൽ ഓവർ ഫിറ്റിംഗ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് റാൻഡം ഫോറസ്റ്റിലൊക്കെ വരുമ്പോൾ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സബ് സാമ്പിളിങ്ങും ഇതൊക്കെ ചെയ്യുന്നത്. ആൻഡ് റെഡ്യൂസസ് ബയാസ് ടേൺസ് വീക്ക് ലേണേഴ്സ് ഇൻ ടു സ്ട്രോങ് കമ്മിറ്റി. ഇതിൽ ഓരോന്നിലും ആ ഒരു എറർ കറക്റ്റ് ചെയ്ത് വരുന്നുണ്ട് ഓരോ സ്റ്റെപ്പിലും. സോ ബയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ആ ഒരു പ്രഡിക്ഷൻ്റെ ഡീവിയേഷനാണ്, എററാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ബയാസാണ് ഓരോ സ്റ്റെപ്പിൽ കുറച്ചുകൊണ്ടിരിക്കുന്നത്. ടേൺസ് വീക്ക് ലേണേഴ്സ് ഇൻ ടു സ്ട്രോങ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഫൈനൽ പ്രഡിക്ഷൻ ഈക്വൽ ടു സിമ്പിൾ മെജോറിറ്റി വോട്ട് ഓർ ആവറേജ് എവറി വോയിസ് കൗണ്ട്സ് ഈക്വലി. സോ ഈ പാരലലി പ്രോസസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എല്ലാ പ്രഡിക്ഷൻസിൻ്റെയും ഒരു ആവറേജിങ്ങോ ഒരു വോട്ടിങ്ങോ ആണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ റിഗ്രഷൻ ആണെന്നുണ്ടെങ്കിൽ ആവറേജ് ആയിരിക്കും എടുക്കുന്നത്, ക്ലാസിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ മോഡലിൻ്റെ വോട്ടിങ്സ് ആയിരിക്കും എടുക്കുന്നത്. ആൻഡ് ഫൈനൽ പ്രഡിക്ഷൻ ബൂസ്റ്റിങ്ങിൽ വരുമ്പോൾ അക്യുറസി വെയ്റ്റഡ് വോട്ടാണ്, നോട്ട് ഈക്വൽ ബെറ്റർ ലേണേഴ്സ് സ്പീക്ക് ലൗഡർ. അതിൽ ഏതാണോ പ്രോപ്പറായിട്ട് അക്യുറേറ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻസ് വരുന്നത് അതായിരിക്കും ബെറ്റർ പ്രഡിക്ഷൻസ് തരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫേമസ് ഡിസെൻഡൻറ്റ് റാൻഡം ഫോറസ്റ്റ് ബാഗിങ്ങിൽ ദ മോസ്റ്റ് യൂസ്ഡ് ബാഗിങ് ഫാമിലി ഇൻ പ്രാക്ടീസ്. ആൻഡ് ഇതിൽ വരുന്നത് അഡ ബൂസ്റ്റ്, ഗ്രേഡിയൻ ബൂസ്റ്റ്, ഡിസിഷൻ ട്രീ, XT ബൂസ്റ്റ്, IGBM ആൻഡ് കാറ്റ് ബൂസ്റ്റ്. ദ ലീനിയേജ് ദാറ്റ് ഓൺസ് ടാബ്ലർ ML. ബാഗിങ് ടൈംസ് വൈൽഡ് മോഡൽസ് ആൻഡ് ബൂസ്റ്റിംഗ് എഡ്യൂക്കേറ്റ്സ് സിമ്പിൾ വൺസ്. പാരലലി ട്രീറ്റ് ചെയ്യുമ്പോൾ അത് ഹെവിയർ ആയിട്ടുള്ള മോഡൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ബൂസ്റ്റിങ്ങിൽ വരുമ്പോൾ യൂസേജിനനുസരിച്ചിട്ടാണ് ഈ ഒരു ബേസ് മോഡൽ എന്താണെന്ന് തീരുമാനിക്കുന്നത്. ചിലപ്പോൾ സ്റ്റബ്സ് ആയിരിക്കും, ചിലപ്പോൾ ഡിസിഷൻ ട്രീസ് ആയിരിക്കും, എന്ത് വേണമെങ്കിലും വരാം. And multiply wrongs up rights. If the learner got a sample wrong, multiply that sample's weight by approximately 2.7. If it got right, divide by approximately 2.7. That magic 2.7 is an Euler's number, the only math Adabus truly needs. So ഈ യൂളേഴ്സ് നമ്പർ വെച്ചിട്ടാണ് ഇതിൻ്റെ വെയിറ്റേജ് പ്രോസസ്സ് ചെയ്യുന്നത്. വെയ്റ്റ്സ് ഹൈലൈറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അത് ഈ ഒരു ബേസിലാണ്. അതൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ജസ്റ്റ് ആ കോൾ ചെയ്യാനും ഇതിനൊക്കെ ഉള്ളൂ കേട്ടോ. ആൻഡ് അക്യുറസി ബൈസ് യു വോളിയം. നേരത്തെ പറഞ്ഞ് പ്രോപ്പർ റാൻഡംനെസ് ഇല്ലാത്ത പ്രൊഡിക്ഷൻസ്, അക്യുറേറ്റ് ആയിട്ടുള്ള പ്രൊഡിക്ഷൻസ് ആണ് മെജോറിറ്റി വോട്ടിങ്ങിന് അവിടെ ഹെൽപ്പ് ചെയ്യുക. ഈച്ച് ലേണേഴ്സ് ഏൺസ് എ വോട്ടിംഗ് ഷെയർ ആൽഫ ബേസ്ഡ് ഓൺ ഇറ്റ്സ് അക്യുറസി. A 50% accurate learner gets alpha is equal to 0. Silent coin flip says nothing useful. A 100% accurate learner gets alpha is equal to infinity. Oracle committee barely needs anyone else. Everything in between scales smoothly. അതിൻ്റെ ഇക്വേഷൻസ് ആണ്
ആൽഫ ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കറണ്ട് ട്രീയുടെ ആ ഒരു അക്യുറസിയുടെ ഇതാണ് മെൻഷൻ ചെയ്യുന്നത്. ഹാഫ് ഇൻറ്റു ലെങ്ത് ഓഫ് 1 - എറർ ബൈ ഡിവൈഡഡ് ബൈ ഹോൾ എറർ. സോ 1 - എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 100ന്ന് 80% കറക്റ്റായിട്ടാണ് പ്രൊഡിക്റ്റ് ചെയ്യണമെങ്കിൽ 20% ഉണ്ടാവില്ലേ. സോ അതാണ് ഈ 1 - എറർ എന്ന് പറയുന്നത്. 100ന്ന് ആ ഒരു 20 മൈനസ് ചെയ്യുന്നത് ഡിവൈഡഡ് ബൈ ആദ്യത്തെ ടോട്ടൽ എറർ ഇല്ലേ അതുമായിട്ട് നോക്കുക. ഇക്വേഷൻസ് ഇതൊന്നും നോക്കണ്ട. Then the final prediction, a weighted tug of war. The committee's verdict is the sign of weighted sum of all learners' votes. Think of it as a tug of war. Each learner pulls for its class with strength ആൽഫ. ആൽഫ എന്ന് പറയുന്ന അക്യുറസി ഇല്ലേ, ആ അക്യുറസിയാണ് അവിടെ മെയിനായിട്ട് എന്ത് കോൺട്രിബ്യൂഷൻ ഏത് മോഡൽ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇപ്പം n ടൈംസ് നമ്മളത് റിപ്പീറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതിൽ ഏത് മോഡൽ കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ആ ഒരു അക്യുറസി എടുക്കുന്നതാണ്. നേരത്തെ കണ്ടത്. സോ ഇതിൽ കുറച്ച് ടൈപ്സ് ഉണ്ട്. ഡിസ്ക്രീറ്റ് അഡാബൂസ്റ്റ്, റിയൽ അഡാബൂസ്റ്റ് ആൻഡ് സാമി ആൻഡ് ജെൻറ്റിൽ അഡാബൂസ്റ്റ്. നമ്മൾ നോർമലി ഈ ഒരു ഇതൊക്കെ യൂസ് ചെയ്യുള്ളൂ. പിന്നെ അഡാബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യുകയൊക്കെ ചെയ്യുള്ളൂ. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് യൂസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഡിസ്ക്രീറ്റ് അഡാബൂസ്റ്റ്, ദ ഒറിജിനൽ വീക്ക് ലേണർ ഔട്ട്പുട്ട്സ് ഹാഡ് -1 and +1 labels. Each prediction is a binary vote. This is the textbook version everyone meets first. നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു ഇത് ഡിസ്ക്രീറ്റ് അഡാബൂസ്റ്റ് ആയിരുന്നു ഒറിജിനൽ വേർഷൻ. സോ അതിലൊരു ബൈനറി ആ ഒരു ടൈപ്പൊക്കെയാണ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത്. യു വാണ്ട് ദ കനോണിക്കൽ ബൈനറി ക്ലാസിഫിക്കേഷൻ അഡാബൂസ്റ്റ്. ആൻഡ് റിയൽ അഡാബൂസ്റ്റ് 1999 വന്നത്. വീക്ക് ലേണർ ഔട്ട്പുട്ട്സ് ക്ലാസ് പ്രോബബിലിറ്റീസ്, കണ്ടിന്യൂസ് കോൺഫിഡൻസ്. സെയിം കോൺസെപ്റ്റ് തന്നെയാണ്, കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. -1ഉം +1 ഇൻസ്റ്റെഡ് ഓഫ് ഹാർഡ് ലേബിൾസ്. ഒരു ഹാർഡ് ലേബിൾസിന് പകരം പ്രോബബിലിറ്റീസ് ആണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് സ്മൂത്തർ അപ്ഡേറ്റ്സ് ഓഫൺ മോർ ആക്യുറേറ്റ്. യുവർ വീക്ക് ലേണർ ക്യാൻ ഔട്ട്പുട്ട് പ്രോബബിലിറ്റീസ്. എക്സാമ്പിൾ ഷാളോ ട്രീസ് വിത്ത് ലീഫ് പ്രോബബിലിറ്റീസ്. ആൻഡ് സാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് സ്റ്റേജ് വൈസ് അഡിറ്റീവ് മോഡലിംഗ് യൂസിങ് എ മൾട്ടി ക്ലാസ് എക്സ്പോണൻഷ്യൽ ലോസ്. The native multi-class extension handles k greater than 2 classes in one model instead of 1 versus rest plumbing. അതായത് നമുക്കിപ്പോൾ ബൈനറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു 2 ടൈപ്പ് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ മൾട്ടിപ്പിൾ ലേബൽസ് വരുന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ടൈപ്പാണ് ഈ ഒരു സാം എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പ്. തന്നെ ജെൻറ്റിൽ അഡാബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്ലേസസ് ദ എക്സ്പോണൻഷ്യൽ ലോസ് വിത്ത് ലീസ്റ്റ് സ്ക്വയർ style update, less aggressive on outliers, degrades more gracefully when labels are noisy. ഇതിൻ്റെ ഒരു ഇഷ്യൂ ആയിരുന്നു നോയ്സി ഡാറ്റയിൽ അത് സ്ട്രഗിൾ ചെയ്യുന്നുള്ളത്. അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജെൻറ്റിൽ അഡാബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നോയ്സി ഡാറ്റ അത് ഹെവി ആയിട്ടുള്ളതിന് യൂസ് ചെയ്യായിരുന്നു, പക്ഷേ നോയ്സി ഡാറ്റ വരുമ്പോൾ അത് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് 2000 ഇത് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്തത്. Your data has label noise and original data boost keeps overweighting bad rows. സോ അത് നോയ്സ് വന്ന് എന്തുണ്ടാവും, ആ ഒരു മോഡൽ കൺഫ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് അത് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നത്. ലോജിസ്റ്റ് ബൂസ്റ്റ് ഓൾസോ എക്സിസ്റ്റ്, യൂസസ് ലോജിസ്റ്റിക് ലോസ്. സാമി ആർ ഇസ് എ പ്രോബബിലിസ്റ്റിക് ഫേവേർഡ് സാമി, ഓഫൺ മോർ അക്യുറേറ്റ് ഓൺ മൾട്ടി ക്ലാസ്സസിൽ സാമി ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്, ലോജിസ്റ്റിക് ലോസിനെ. ആൻഡ് ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ്, ബൂസ്റ്റിങ്ങിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് എക്സ്ട്രീം ഗ്രേഡിയൻറ്റ് ബൂസ്റ്റിംഗ് അല്ലെങ്കിൽ എക്സ്ട്രീ ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കമ്പയർ ചെയ്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ അടുത്ത വരുന്നതാണ്. ഈ അഡാബൂസ്റ്റ് എക്സ്ട്രീ ബൂസ്റ്റ് മാത്രമേ നമുക്ക് മോഡ്യൂൾസിൽ എടുക്കാനുള്ളൂ. ബാക്കി IGBM CAD-GBM ആ ഒരു അതിൽ കോഡ് വന്നിട്ടുണ്ട്, ഞാൻ അയച്ചു തന്നില്ലേ, അതിലുണ്ട്. അത് ഏകദേശം കോഡൊക്കെ ഒരേപോലെ വരുന്നത്. ആ പാരാമീറ്റേഴ്സ് ഇല്ലേ, അത് മാത്രമാണ് കുറച്ച് വ്യത്യാസം ഉണ്ടാവുക. പിന്നെ ജസ്റ്റ് ആ ഒരു തിയറി ഇതേപോലെ നോക്കിയാൽ മതി നെറ്റിൽ. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതായിരുന്നു ബേസ് അഡാബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ നിന്നാണ് ഓരോന്ന് ഡെവലപ്പ് ചെയ്ത് വന്നത്.
ആൻഡ് ഡാറ്റാ ബൂസ്റ്റിൽ വീക്ക് ലേണേഴ്സ് യൂഷ്വലി ഡിസിഷൻ സ്റ്റംസ് നമ്മൾ ബേസ് മോഡൽസായിട്ട് യൂസ് ചെയ്യുന്നു പറഞ്ഞില്ലേ, അതാണ് ഡിസിഷൻ സ്റ്റംസ്. ഡെപ്ത് 1 ട്രീസ്, 1 സ്പ്ലിറ്റ്, 1 റൂൾ, 1 ക്വസ്റ്റ്യൻ അറ്റ് എ ടൈം. സോ അത് ഒരുപാട് ഹെവി ആയിരിക്കില്ല ആ സ്റ്റംസ് യൂസ് ചെയ്യുമ്പോൾ. ഡെപ്ത് കുറവായിരിക്കും. ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു ഡിസിഷൻ നോട്ട്സും ലീഫ് നോട്ട്സും ഒക്കെ ഇൻക്രീസ് ചെയ്ത് ഓരോ ലെവൽ ബൈ ലെവൽ പോകുന്നില്ലേ, അത് ഡെപ്ത് 1 ഒക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്യുക. ഒരുപാട് ഹെവി ആയിട്ടൊന്നും ഗ്രോ ചെയ്യുന്നില്ല. എക്സ്ട്രീ ബൂസ്റ്റിൽ വരുമ്പോൾ ട്രീസ് ക്യാൻ ബി ഡീപ്പ്. ഹെവി മോഡൽസാണ്, കുറച്ചുകൂടി ഹെവി മോഡൽസാണ് യൂസ് ചെയ്യുന്നത്. ഡെപ്ത് 6 to 8 ഒക്കെയാണ് അവിടെ നോർമലി വരുന്നത്. ഈച്ച് ലേണേഴ്സ് ഡസ് റിയൽ വർക്ക് ഓൺ ഇറ്റ്സ് ഓൺ ബിഫോർ ദ കമ്മിറ്റി വോട്ട്സ്. അതുകൊണ്ടാണ് ഈ ഒരു എക്സ്ട്രീ ബൂസ്റ്റ് എന്നുള്ള ടൈപ്പ് കുറച്ചുകൂടി ഹെവിയർ ഡാറ്റയിൽ യൂസ് ചെയ്യുന്നത്. കാരണം അവിടെ ആഡാ ബൂസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ അത്രയും ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളുണ്ട്. കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ റെഗുലറൈസേഷൻ, പിന്നെ ഈ ഒരു ഹെവിയർ ട്രേസ് യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് അധികം ഫീച്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ട് സിമ്പിൾ മോഡൽസിന് അത് അങ്ങനെ യൂസ് ചെയ്യില്ല. പിന്നെ കോമ്പറ്റീഷൻസിനൊക്കെ ഈ ഒരു എക്സ്ട്രീ ബൂസ്റ്റ് ടൈപ്പാണ് കൂടുതൽ യൂസ് ചെയ്യുക. ആൻഡ് അറ്റാക്സ് എറേഴ്സ് ബൈ റീവൈറ്റിംഗ് സാമ്പിൾസ് ആഡാ ബൂസ്റ്റിൽ. ആൻഡ് ഹെവിയർ ഫ്ലാഷ് കാർഡ്സ് ഫോർ ഹൂവർ ഗോട്ട് ഇറ്റ് റോങ് ലാസ്റ്റ് റൗണ്ട്. സോ ഒരു ലാസ്റ്റ് റൗണ്ടിൽ അത് മുന്നത്തെ ഇതൊന്നും നോക്കുന്നില്ല, തൊട്ട് മുന്നേയുള്ള റൗണ്ട് ഉണ്ടാവില്ലേ, T-1, ആ ഒരു റൗണ്ട് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ എത്ര എറർ കറക്റ്റ് ചെയ്യാണ്ട് അതായിരിക്കും ഫോക്കസ് വരുന്നത്. ആൻഡ് അറ്റാക്സ് എറേഴ്സ് ബൈ ഫിറ്റിംഗ് റെസിഡ്യുവൽസ് ദ ഗ്രേഡിയൻറ്റ് ഓഫ് ദി ലോസ് എ കണ്ടിന്യൂസ് കറക്ഷൻ സിഗ്നൽ. സോ ഒരു കണ്ടിന്യൂസ് കറക്ഷനാണ്, ആ ലോസ് ബേസ്ഡ് ആയിട്ടാണ് എക്സ്ട്രീ ബൂസ്റ്റിൽ എടുക്കുക. ഇതിൽ യൂസ് ചെയ്യുന്നത് ആ ഒരു എറർ മെത്തേഡ്സ് ഇല്ലേ, ലോസ് ഫങ്ഷൻസ്. റിഗ്രഷൻ ആണെന്നുണ്ടെങ്കിൽ MSE, മറ്റേനാണെന്നുണ്ടെങ്കിൽ ലോഗ് ലോസ്, ആ ഒരു ടൈപ്പിലാണ് ഇത് എറേഴ്സ് ഫൈൻഡ് ചെയ്യുക എക്സ്ട്രീ ബൂസ്റ്റ് എന്നുള്ളത്. ദെൻ സീരിയൽ ട്രെയിനിങ്, 1 ലേണർ അറ്റ് എ ടൈം, 1 by 1 മോഡൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അപ് ടു N ലെവൽസ്. ആൻഡ് ഹൈലി പാരലൈസബിൾ എൻജിനീയർഡ് ഫോർ സ്പീഡ്. സോ ഇത് GPU സപ്പോർട്ട് ആൻഡ് പാരലൽ പ്രോസസ്സിങ്, കോളം ബ്ലോക്സ്, കാഷ് ഹേവർ ആക്സസ്. കാഷ് ഹേവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട സംഭവങ്ങളുണ്ടാവില്ലേ, അത് ഓൾറെഡി അതിൻ്റെ മെമ്മറിയിൽ കീപ്പ് ചെയ്തിട്ട്, മെമ്മറി ഒപ്റ്റിമൈസ്ഡ് ആണത്, ആൻഡ് അതിൽ കീപ്പ് ചെയ്തിട്ട് റീകോൾ ചെയ്തിട്ട് ഫാസ്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യും എത്ര ഹെവിയർ ആണെന്നുണ്ടെങ്കിലും. ദെൻ സിമ്പിൾ, ഇൻ്റർപ്രറ്റബിൾ, ഓൾമോസ്റ്റ് നോ ഹൈപ്പർ പാരാമീറ്റേഴ്സ് ആഡാ ബൂസ്റ്റിൽ നോർമൽ ഒരു ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഡ്രോപ്പ് ഇറ്റ് ഇൻ വിത്ത് ഡീഫോൾട്ട്സ്, ദ കമ്മിറ്റി ടെൽസ് എ സ്റ്റോറി യു ക്യാൻ റീഡ്. ആൻഡ് എക്സ്ട്രീ ബൂസ്റ്റിൽ വരുമ്പോൾ ബിൽറ്റ് ഇൻ L1 L2 regularization handles missing values. And overfitting is a first class concern, not an afterthought. So ഇത് പ്രോപ്പർലി ട്യൂൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് പോകാനും ചാൻസ് ഉണ്ട്. റെഗുലറൈസേഷൻ, ആ ഒരു ലാംഡയുടെ സ്ട്രെങ്ത്ത്, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതിൽ 2 ടൈപ്പ് ഉണ്ട്. ഒരെണ്ണം REG_λ എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുക, ഒരെണ്ണം ആൽഫ റെഗുലറൈസേഷനോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് യൂസ് ചെയ്യും. ആൻഡ് സെൻസിറ്റീവ് ടു ലേബൽ നോയ്സ്, ഔട്ട്ലേയേഴ്സ് ഗെറ്റ് ഹ്യൂജ് വെയ്റ്റ്സ്, 1 ബാഡ് റോ ക്യാൻ ഹൈജാക്ക് ദ വോട്ട്. സോ ഔട്ട്ലേയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലേബൽ നോയ്സ് നേരത്തെ പറഞ്ഞില്ലേ, അവിടെ നോയ്സി ഡാറ്റ ഇൻട്രൊഡ്യൂസ് ആവുന്നതായിരുന്നു ആഡാ ബൂസ്റ്റിൻ്റെ ഒരു പ്രോബ്ലം. നോയ്സി ഡാറ്റ വന്നിട്ടുണ്ടെങ്കിൽ ഇവർ അതിനായിരിക്കും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ എറേഴ്സിന് ഫോക്കസ് കൊടുക്കുന്നു പറഞ്ഞില്ലേ, അപ്പോൾ കൂടുതൽ ഫോക്കസ് ഈ ഒരു ഔട്ട്ലേയേഴ്സിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേ ഔട്ട്ലേയേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ മോഡൽ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ. ആൻഡ് 1 ബാഡ് റോ ക്യാൻ ഹൈജാക്ക് ദ വോട്ട്. ഇൻഡസ്ട്രി ഡീഫോൾട്ട് ഓൺ ടാബുലർ ഡാറ്റ വിൻസ് കാഗിൾ മെഡൽസ് ബട്ട് ഹാർഡർ ടു എക്സ്പ്ലെയിൻ ടു എ ബിഗിനർ. അതായത് ഇൻ്റർപ്രറ്റബിൾ എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ ആ ഒരു ഡിസിഷൻ ട്രീ ഒക്കെ എടുത്തപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കണ്ടായിരുന്നില്ലേ. പക്ഷേ ഇത് കുറേ ഡീഫോൾട്ടായിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്, അതുകൊണ്ട് ഹെവിയർ ഡാറ്റയിലൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എക്സ്ട്രീ ബൂസ്റ്റിന്. പക്ഷേ ഒരു ഇൻഡസ്ട്രിയിൽ ഭയങ്കര പുതിയതായിട്ടുള്ള ഒരാൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹാർഡായിരിക്കും. ഓക്കെ. അതുകൊണ്ടാണ് ഹെവിയർ മോഡൽസിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്നത്. കുറേ ഡാറ്റ സയൻറ്റിസ്റ്റും എൻജിനീയേഴ്സും ഒക്കെ ഈ ഒരു മോഡലാണ് ഫേവറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, എക്സ്ട്രീ ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. And ADA Boost teaches you the why. XG Boost wins you the Kaggle model.
what AdaBoost is great at and where it bites. Plug and play simplicity, almost no hyperparameters, drop it in with default settings and it usually just works. A rare algorithm you can hand to a beginner. And ഒരുപാട് ട്യൂണിങ്ങും പരിപാടിയൊന്നും ഇല്ലാണ്ട് അത് വർക്ക് ചെയ്യാൻ പറ്റും AdaBoost. സോ അത് ഓൾമോസ്റ്റ് നല്ല അക്യുറസിയും തരും. ദെൻ ബിൽറ്റ് ഇൻ ഫീച്ചർ സെലക്ഷൻ, ഇതിലും ഫീച്ചർ സെലക്ഷൻ്റെ ഇത് വരുന്നുണ്ട്. ഡിസിഷൻ സ്റ്റംസ് സ്പ്ലിറ്റ് ഓൺ വൺ ഫീച്ചർ അറ്റ് എ ടൈം. AdaBoost naturally surfaces which features matter. The final committee is a ranked feature list in disguise. And നോയ്സ് വരുമ്പോൾ അതിന് ഇഷ്യൂ ആണ്. Mislabeled samples keep getting reweighted upward forever. One bad row can hijack the whole ensemble. Pre-clean your labels. ഇത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല ഡാറ്റ, ഇതാണ് ഡാറ്റ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വരുന്ന ഇഷ്യൂസ്. ചില മോഡൽസ് ഭയങ്കര സെൻസിറ്റീവാണ് ഈ ഒരു ഇഷ്യൂസ് വരുമ്പോൾ. അപ്പോൾ നമ്മൾ പ്രോപ്പർ ക്ലീനിങ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സിമ്പിൾ റീസൺ കൊണ്ട് നമ്മുടെ പ്രൊഡിക്ഷൻ കൊളാപ്സ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഡാറ്റ എത്ര ക്ലീനാണോ അത്രയും ബെറ്റർ പ്രൊഡിക്ഷൻസ് കിട്ടുമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ലേബൽ നോയ്സിന് അലർജിക്ക് ആണെന്നുണ്ടെങ്കിലും ഡാറ്റ ബാക്കിയുള്ള ഡാറ്റ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വർക്ക് ആയിക്കോളും. അവിടെ ട്യൂണിങ്ങോ പരിപാടിയൊന്നും അധികം ആവശ്യമില്ല. ആൻഡ് ഇറ്റ്സ് സീരിയൽ നോട്ട് പാരലൽ, 1/1 ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള ടൈമിങ് അതിനുണ്ടാവും. റൗണ്ട് n ഡിപ്പെൻസ് ഓൺ റൗണ്ട് n-1. സോ യു കനോട്ട് ഷാർട്ട് ട്രെയിനിങ് അക്രോസ് മെനി GPUs ദ വേ XGBoost ക്യാൻ സ്ലോർ ഓൺ ലാർജ് ഡാറ്റ. സോ ഒരു സ്മോൾ ടു മീഡിയം ഡാറ്റയിൽ ഓക്കെയാണ്, പക്ഷേ ഹെവി ഡാറ്റയൊക്കെ വരുമ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യും ഈ സീരിയൽ പ്രോസസ്സിങ് ആയതുകൊണ്ട്. കാരണം ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നുള്ള സ്റ്റെപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലോ. ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് അല്ല ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡൗൺ സൈഡ് ഉണ്ട്. ഓക്കെ, ഒന്ന് ലേബൽ നോയ്സിൻ്റെ ഇഷ്യൂ, ദെൻ സീരിയൽ ആയതുകൊണ്ട്, സീരിയൽ എക്സിക്യൂഷൻ ആയതുകൊണ്ട് ആ ഒരു ടൈം ലെങ്ത്ത് അത്ര ഉണ്ടാവും. പിന്നെ ഹെവി ഡാറ്റ വരുമ്പോൾ അതിനനുസരിച്ച് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ ഏതായാലും ലാസ്റ്റ് എടുത്ത റാൻഡം ഫോറസ്റ്റിൻ്റെ അല്ലേ എടുത്തത്, അതിൽ തന്നെ പാരലായിട്ട് കൂടി അത്രയും ടൈം വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഹൈപ്പർ പാരാമീറ്റർ ചെയ്തപ്പോൾ 35 മിനിറ്റ് എന്തോ CPU റൺ ചെയ്യിച്ചപ്പോൾ വന്നായിരുന്നു. 300 ട്രീസൊക്കെ വന്നപ്പോൾ 15 സെക്കൻഡ് എന്താണ് ഒരു എക്സിക്യൂഷൻ എടുത്തത്. അപ്പോൾ ഇതിൽ സീരിയലാവുമ്പോൾ അതിനനുസരിച്ചുള്ള ടൈം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതും ഹെവിയർ ഡാറ്റ ആകുമ്പോൾ ആ ഒരു ടൈം ഇനിയും കൂടും. GPU കണക്ട് ചെയ്താലും ഇപ്പോൾ പാരലൽ പ്രോസസ്സിങ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല GPUസിന്. പക്ഷേ ഇത് സീരിയൽ ആയതുകൊണ്ട് ആ ഒരു കുറച്ച് സ്പീഡപ്പ് മാത്രമേ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് വൈ AdaBoost doesn't overfit for a surprisingly long time. In theory, more rounds should mean more overfit. In practice, test error often keeps dropping long after training error hits 0. സിമ്പിൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർഫിറ്റിംഗ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്, അവിടെ നോയ്സ് ഒന്നുമില്ല ഇൻട്രൊഡ്യൂസ് ആവണം, അല്ലെങ്കിൽ സെയിം ഡാറ്റയിൽ കീപ്സ് റിപ്പീറ്റിംഗ് ആകുമ്പോൾ ഇത് വരണം. പക്ഷേ ലോജിക്കലി നമ്മൾ ഈ ഒരു AdaBoostൻ്റെ കേസിൽ ആലോചിച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതിൻ്റെ എറർ അടുത്തതിൽ കറക്റ്റ് ചെയ്യുന്നു. അവിടെ നോയ്സേ ഇല്ല എന്നുണ്ടെങ്കിൽ ആ എറർ കറക്റ്റ് ചെയ്ത് പോലെ. സോ അവിടെ നോയ്സിൻ്റെ കേസ് മാറിപ്പോവാണ്. അപ്പോൾ ഓരോ ഇതിലും ഓരോ ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോഴും അവിടെ മോഡൽ ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ബാക്കിയുള്ള മോഡൽസിലൊക്കെ ബൂസ്റ്റിംഗ് അല്ലാണ്ട് ബാക്കിയുള്ള മോഡൽസിലൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ സെയിം ഡാറ്റയിലായിരിക്കും ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നത്. സെയിം ഡാറ്റ തന്നെ ഇങ്ങനെ കുറേ ഫീഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് കൺഫ്യൂസ് ആവാൻ തുടങ്ങും കുറേ കഴിയുമ്പോൾ മോഡൽ. കാരണം നമുക്കിപ്പോൾ ഒരു ക്ലാസ് മാത്രമാണ് തന്നുകൊണ്ട്, ഒരു ടോപ്പിക് മാത്രമാണ് ഒരു 1 year ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിലുള്ള എല്ലാ കാര്യവും ഓർമ്മ ഉണ്ടാവും. പുറത്തുനിന്നുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ചേ ശ്രദ്ധിക്കേണ്ടാവും. നമുക്ക് ബോറടിക്കും. പക്ഷേ നമ്മൾ അത്രയും ഫോക്കസ് ആയിട്ടിരിക്കുന്നത് ഈ 1 year ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു സംഭവത്തിൽ മാത്രമായിരിക്കും. അത് തന്നെയാണ് മോഡൽസിന് സംഭവിക്കുന്നത്. ഇപ്പോൾ മോഡൽസ് അതിൽ മാത്രം ഒബ്സസ്ഡ് ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇഷ്യൂസ് വരും. ട്രെയിനിങ് ഡാറ്റ മാത്രമായിരിക്കും അവർക്ക്, പുറത്തുള്ള ഡാറ്റ പിന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. സെയിം ഇഷ്യൂസ്. സോ ടെസ്റ്റിംഗ് എറർ എന്ന് പറയുന്നത് ലോ ആയിട്ട് വരും അങ്ങനത്തെ മോഡൽസിന്. പക്ഷേ ഇത് ഇമ്പ്രൂവ് ചെയ്ത് വരും, ടെസ്റ്റിംഗ് സ്കോർ ഇമ്പ്രൂവ് ചെയ്ത് വരുവാണല്ലോ.
ഓരോ ടൈമും എറേഴ്സ് കറക്റ്റ് ചെയ്താണ് വരുന്നത്. ആൻഡ് ട്രെയിനിങ് എറർ ഹിറ്റ് 0 അറ്റ് t ഈസ് ഈക്വൽ ടു 50. ഈ t എന്ന് പറയുന്നത് ആ ഒരു നമ്പർ ഓഫ് മോഡൽസ് ട്രീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ, അതാണ്. ദെൻ ടെസ്റ്റ് എറർ കീപ്സ് ഇംപ്രൂവിങ് പാസ്റ്റ് t ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി 100 ആൻഡ് നെവർ ക്ലൈംസ് ബാക്ക് അപ്പ്. സോ ഇതൊന്ന് ബാക്കിലോട്ട് പോകുന്നില്ല, എത്ര ഇമ്പ്രൂവ് ചെയ്യാമെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. അതാണ് ഈ ഒരു അഡാബൂസ്റ്റ് ഓർഫിറ്റ് ചെയ്യാണ്ടിരിക്കാനുള്ള കാരണം. സോ ഇവിടെ നോക്കുകയെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു 0-ൽ 50% ആയിരുന്നു റേറ്റ്, t 50% എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും ഇമ്പ്രൂവ് ചെയ്ത് പോകുന്നു. എറർ t റൗണ്ട്സ് ആൻഡ് എറർ പെർസെൻറ്റേജ് ഇവിടെ ഹൈ ആയിരുന്നു 50% എന്നുള്ള റേറ്റിന്, അതിന് ഡൗൺ ചെയ്തിട്ട് ഈ താഴത്തെ ആ ഒരു ഓറഞ്ച് ട്രെയിനിങ്ങും അതിൻ്റെ മുകളിലത്തെ ടെസ്റ്റിങ്ങുമാണ്. സോ അത് പാരലായിട്ട് ഇങ്ങനെ പോകണുണ്ടോ ഒരേപോലെ. ചെറിയ എറർ ഉണ്ട്, എറർ പെർസെൻറ്റേജ് വരുമ്പോൾ ട്രെയിനിങ് എറർ 0 ആയിട്ടുണ്ട്. ഈ എത്ര റൗണ്ട് കഴിഞ്ഞപ്പോൾ ഈ ഒരു റേഞ്ചിൽ വെച്ചിട്ട് ട്രെയിനിങ് എറർ 0 ആയിട്ടുണ്ട്. കാരണം ആ ഒരു ഇതിൽ മാത്രമല്ലേ പോകുന്നത്, 0% എന്നല്ല എറർ. അത് പാരലലി അങ്ങനെ പോകുന്നുണ്ട്. ടെസ്റ്റിംഗ് എറർ എന്ന് പറയുമ്പോൾ ഇവിടെ വന്നിട്ടാണ് അത് ഇതിൻ്റെ പാരലലി ഇങ്ങനെ പോകുന്നത്. മേ ബി ചിലപ്പോൾ ഡാറ്റ ഇനഫ് ആവാത്തത് കൊണ്ടായിരിക്കും ഒരു 0% എറർ മീറ്റ് ചെയ്യാത്തത്, പല കാരണങ്ങളുണ്ടാവും. സോ മാക്സിമം അതിന് പറ്റുന്ന ഒരു റേറ്റിൽ അത് കുറച്ചിട്ടുണ്ട്, നിയർലി ഒരു 200 റൗണ്ട്സൊക്കെ കഴിഞ്ഞപ്പോൾ. ഓക്കെ, and Schaffer, Front and Bartlett and Lee in 1998 showed Adaboost does not just minimize error, it maximizes margins. A margin is how confident the committee is about a prediction. And even when training is already 0, the committee can keep growing margins, making each prediction more confident. ലാർജർ മാർജിൻസ് ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ ജനറലൈസേഷൻ. നമ്മൾ SVM യൂസ് ചെയ്യുന്ന അതേ കൺസെപ്റ്റാണ്. മാക്സിമം മാർജിൻ ഹൈപ്പർ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് പറഞ്ഞു തന്നില്ലേ, അതേപോലെ മാക്സിമം മാർജിനിൽ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ എറർ കുറവായിരിക്കും. ദെൻ ദിസ് വാസ് ജെനുവിൻ തിയററ്റിക്കൽ സർപ്രൈസ്. ഇറ്റ് റീഷേപ്ഡ് ഹൗ ദ ഫീൽഡ് തിങ്സ് അബൌട്ട് ഓവർ ഫിറ്റിംഗ് ഇൻ എൻസെമ്പിൾസ്. മാർജിൻ ഈക്വൽ ടു ഹൗ ഫാർ ഈച്ച് പോയിന്റ് സിറ്റ്സ് ഫ്രം ദി ബൗണ്ടറി. സെയിം തന്നെയായിരുന്നു ഹൈപ്പർ പ്ലെയിൻസും, അത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എത്ര ഫാറാണ് ഈ ഒരു പോയിൻറ്റ്സ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അതിൽ അതിൻ്റെ പേരെന്തായിരുന്നു ആ SVMൻ്റെ 2 പോയിൻറ്റ്സിൻ്റെ ആടാ SVMൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു, മറന്നുപോയി. സപ്പോർട്ട് വെക്ടേഴ്സ്. അതിൻ്റെ ഒരു ബെസ്റ്റ് ആപ്ലിക്കേഷൻ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ ടൈം ഫേസ് ഡിറ്റക്ഷൻ ഇല്ലേ, അതിന് ഈ ഒരു മോഡൽ യൂസ് ചെയ്തായിരുന്നു ഏറ്റവും നേരത്തെ. ഇപ്പോൾ ഡീപ്പ് ലേണിങ്ങിൻ്റെ കുറച്ച് മോഡൽസ് ട്രെയിൻഡ് ആയിട്ടുള്ളതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നേരത്തെ ഇതിപ്പോൾ 2000 ആ ഒരു ടൈമിലൊക്കെ അല്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1995 എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ആൻഡ് 2001 എന്താണ് ഈ ഒരു മോഡൽ യൂസ് ചെയ്തിട്ട് ഈ ഒരു പ്രൊഡിക്ഷനൊക്കെ ചെയ്തായിരുന്നു. സോ ആ ടൈമിൽ ഡീപ്പ് ലേണിംഗ് അത്ര അതായിട്ട് യൂസ് ചെയ്യാണ്ട് തന്നെ ഇതിൽ ബെറ്റർ പ്രൊഡിക്ഷൻസ് കിട്ടി. കാരണം നമ്മൾ ആ ഒരു ഇമെയിലിൻ്റെ അത് പറഞ്ഞപ്പോൾ ഓരോന്നായിട്ടല്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൽ ആ ഒരു കേസ് നോക്കുകയെന്നുണ്ടെങ്കിൽ ദ 2001 പേപ്പർ ദാറ്റ് പുട്ട് അഡാബൂസ്റ്റ് ഇൻസൈഡ് എവറി ഡിജിറ്റൽ ക്യാമറ ഫോർ എ ഡെക്കേഡ്. ഒരു 10 ഇയർ വരെ ഈ ഒരു മോഡൽ യൂസ് ചെയ്തിട്ട് പ്രൊഡിക്ഷൻസ് ഡിജിറ്റൽ ക്യാമറയിൽ ചെയ്തായിരുന്നു. ആ ഒരു ഫേസ് ഡിറ്റക്ഷനും ഇപ്പം നമ്മൾ ഗ്രിഡൊക്കെ യൂസ് ചെയ്തിട്ട് ഫോണിൽ യൂസ് ചെയ്യുമ്പോൾ ഗ്രിഡൊക്കെ വരുന്നില്ലേ, അത് ഫേസ് ഡിറ്റക്ഷനും ഇതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്തായിരുന്നു. ആൻഡ് ഐ റീജിയൻ ഡാർക്കർ ദാൻ ചീക്സ്. ഇപ്പോൾ സ്പാമിൻ്റെ കേസിൽ നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ
ആ ഡോളർ സൈന് വരുന്നുണ്ടോ നോക്കി. അതേപോലെ ഇവിടെ ഒരു കേസ് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ഐ റീജിയൻ ഡാർക്കർ ദാൻ ചീക്സ്, ഇവിടുത്തെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡിഫറൻസ് ആണല്ലോ നോക്കുന്നത്. ആൻഡ് ദ സിംഗിൾ ബെസ്റ്റ് ഫീച്ചർ അഡാബ് സ്പീക്ക് ഫ്രം 1,80,000 candidates catches 60% ഓഫ് നോൺ ഫേസസ് ഇൻ വൺ ഷോട്ട്. ആൻഡ് സ്റ്റേജ് 2 എന്ന് പറയുന്നത് സെയിം ആ ഒരു സ്പാമിൻ്റെ കൺസെപ്റ്റ് പോലെ നോസ് ബ്രിഡ്ജ് ബ്രൈറ്റർ ദാൻ സൈഡ്സ്. ഈ ടിപ്പും ഇതൊക്കെ ഇല്ലേ, ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ ആണ്. അപ്പോൾ അത് കുറച്ചുകൂടി ബ്രൈറ്റർ ആയിരിക്കും അതിൻ്റെ സൈഡ്സിനെ വെച്ച് നോക്കുമ്പോൾ. ആൻഡ് സെക്കൻഡ് സ്റ്റേജ് ഫീച്ചർ അപ്ലൈഡ് ഓൺലി ടു വാട്ട് സ്റ്റേജ് 1 ഡിഡൻറ്റ് റിജക്ട്. അറ്റ്സ് അനദർ 25% റിജക്ഷൻ. ആൻഡ് ഐ ഏരിയ ഡാർക്കർ ദാൻ ഫോർഹെഡ്. തേർഡ് ഫീച്ചർ ആൻഡ് സോ ഓൺ. ബൈ സ്റ്റേജ് അപ്രോക്സിമേറ്റ്ലി 20 ഓൺലി 2 ഫേസസ് റിമൈൻ. സോ ഈ ഓരോ റൗണ്ടിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇത് കണ്ടില്ലേ, 200 റൗണ്ട്സൊക്കെ ആകുമ്പോൾ അത് നല്ല കുറവുണ്ട് ആ ഒരു ടെസ്റ്റിംഗ് എറർ എന്ന് പറയുന്നത്. അതേപോലെ ഒരു 20th റൗണ്ടിലൊക്കെ ഇത് മാക്സിമം എല്ലാ ഫേസസും ഡിറ്റക്ട് ചെയ്യാൻ തുടങ്ങും. അഡാബ് ഡസൻ ജസ്റ്റ് ക്ലാസിഫൈ, ഇറ്റ് ചൂസസ് വിച്ച് ഫീച്ചേഴ്സ് മാറ്റർ. ആപ്ലിക്കേഷൻസ് 50 ഫ്രെയിംസ് പെർ സെക്കൻഡ് ഓൺ 700 MHz CPU ഫസ്റ്റ് റിയൽ ടൈം ഫേസ് ഡിറ്റക്ടർ. അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു ടൈമിലൊക്കെ 2001 റേഞ്ചിൽ. ആൻഡ് ഇമ്പാക്ട് ബിൽറ്റ് ഇൻ ടു ഡിജിറ്റൽ ക്യാമറാസ്, ഫോൺസ് ആൻഡ് iPhoto ഫ്രം approximately 2005 onwards. And Viola Jones used AdaBoost for 2 jobs at once: feature selection, picking the best HAR-like feature from each round, and classifier building, combining them into strong detector. ഫീച്ചർ സെലക്ഷൻ യൂസ് ചെയ്തായിരുന്നു. ആൻഡ് ഈ ക്ലാസിഫയേഴ്സിൽ അത് കമ്പൈൻ ചെയ്തിട്ട് ഒരു സ്ട്രോങ് ഡിറ്റക്ടർ ആക്കിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ വീക്ക് ലേണേഴ്സ് കമ്പൈൻ ചെയ്തിട്ട് സ്ട്രോങ് ലേണർ ഉണ്ടാക്കില്ലേ, അതേപോലെ. Then they wrapped the boosted classifiers in a cascade. Easy rejections happen in stage 1. Hard cases fall through to later stages. So ഒരു എറർ ഹാൻഡിൽ ചെയ്യുന്ന പോലെ തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ അതൊന്നുകൂടി ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ബെറ്റർ ആക്കി പ്രൊഡിക്ഷൻസ്. ദെൻ അതൊന്ന് ഹാർഡർ ആയിട്ടുള്ള പാർട്സ് മാത്രമാണ് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകുന്ന പോലെ. എപ്പോഴാണ് ഈ ഒരു അഡാബൂസ്റ്റ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ടാത്തെന്നുള്ളത് ഒരുപാട് ട്യൂണിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സിംപ്ലി അത് എക്സ്പ്ലെയിൻ ചെയ്യാനും ഇതിനൊക്കെ യൂസ് ചെയ്യാൻ. ആൻഡ് യു ഹാവ് സ്മോൾ ടു മീഡിയം ടാബുലർ ഡാറ്റ അണ്ടർ 1 lakh റോസ് ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. കാരണം ലാർജ് ഡാറ്റ സെറ്റിൽ ലേബലിൽ നോയ്സും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്ട്രഗിൾ ചെയ്യും. കമ്പ്യൂട്ടേഷനും ഈ സീരിയൽ ബിഹേവിയർ ഉള്ളതുകൊണ്ട് പ്രോപ്പറായിരിക്കില്ല. പ്രോപ്പറല്ല എന്നല്ല, നല്ല ടൈം എടുക്കും. ആൻഡ് യു നീഡ് എ സ്ട്രോങ് ബേസ് ലൈൻ ഫാസ്റ്റ് വിത്ത് സീറോ ട്യൂണിങ്. ഹൈപ്പർ പാരാമീറ്റേഴ്സ് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് യൂസ് ചെയ്യാം. ദെൻ യു വാണ്ട് ടു മോഡൽ ടു ഡബിൾ ആസ് എ ഫീച്ചർ ഇമ്പോർട്ടൻസ് റിപ്പോർട്ട്. ഫീച്ചർ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുമ്പോഴാണ് യൂസ് ചെയ്യുക. ദെൻ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? യുവർ ഡാറ്റ സെറ്റ് ഈസ് ലാർജ്, ഗ്രേറ്റർ ദാൻ 1 million റോസ് ആൻഡ് വാൾ ക്ലോക്ക് മാറ്റേഴ്സ്. XGBoost or LightGBM വിൽ ബി 10x ഫാസ്റ്റർ. അപ്പോൾ XGBoost കമ്പ്യൂട്ടേഷൻ കൂടുതലാണ്, പക്ഷെ ടൈമിങ് കുഴപ്പമില്ലാണ്ട് കിട്ടും, നല്ല ഹെവി ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ. LightGBM മെമ്മറി എഫിഷ്യൻസി കൂടുതലാണ്. ആൻഡ് യുവർ ലേബൽസ് ആർ നോയ്സി ഓർ യുവർ ടാർഗറ്റ്സ് ആർ നോയ്സി. അഡാബൂസ്റ്റ് വിൽ ഒബ്സസ് ഓവർ ദി നോയ്സ്. ഈ എററിൻ്റെ കറക്റ്റ് ചെയ്യുന്ന ആ ഒരു ഇതുള്ളതുകൊണ്ട് ഔട്ട്ലേഴ്സ് വന്നാലും അത് ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അതുകൊണ്ട് പ്രഡിക്ഷൻസ് റോങ് ആവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് യു നീഡ് നാറ്റീവ് മൾട്ടി ക്ലാസ് വിത്തൗട്ട് എക്സ്ട്രാ പ്ലംബിംഗ്. യൂസ് സാമെ ഓർ സ്കിപ്പ് ടു ഗ്രേഡിയൻ ബൂസ്റ്റിംഗ്. സോ ഇതിൽ 3-4 ടൈപ്പ് പറഞ്ഞില്ലേ, സാമെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സോ ആ ടൈപ്സ് മൾട്ടി ക്ലാസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ നോർമൽ അഡാബൂസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. മൾട്ടി ക്ലാസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വേരിയേഷൻസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രേഡിയൻ ബൂസ്റ്റിങ് യൂസ് ചെയ്യാം. ഇതിൽ തന്നെ ഉണ്ടല്ലോ നോർമൽ ഗ്രേഡിയൻസ് യൂസ് ചെയ്തിട്ട് ആ ഒരു ടൈപ്പ് യൂസ് ചെയ്യാം. യു നീഡ് GPU പാരലലിസം അക്രോസ് ദ എൻസെമ്പിൾ. XGBoost അതുണ്ട്, പക്ഷേ സീരിയൽ എക്സിക്യൂഷൻ ആയതുകൊണ്ട് ഇതിൽ അത്ര എഫക്റ്റീവ് ആവണമെന്നില്ല. ആൻഡ് അക്രോസ് ദ എൻസെമ്പിൾ അഡാബൂസ്റ്റ് ഈസ് ഫണ്ടമെൻ്റലി സീരിയൽ. കോഡ്സ് ആണ് അതിൻ്റെ പാരാമീറ്റേഴ്സ് ഇല്ലേ,
അൽഗോരിതം ഇതിലാണ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക മൾട്ടി ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ഇതിൽ ഡീഫോൾട്ടായിട്ട് കിട്ടാൻ മതി. ദെൻ ഇതിലും വരുന്നത് ബേസ് എസ്റ്റിമേറ്റർ, ഏത് മോഡലാണ് യൂസ് ചെയ്യണം എന്നുള്ളത്. സോ ആ അൽഗോരിതം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലേ. മൾട്ടി ക്ലാസ് ഡയറക്റ്റ്ലി ഇതിൽ യൂസ് ചെയ്യുന്നില്ല, ആ ഒരു ബൈനറി ക്ലാസ് ആണ് ഡീഫോൾട്ടായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ മൾട്ടി ക്ലാസ് വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒന്നുമില്ലെങ്കിൽ വേറെ മോഡൽസ് യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേരിയൻസ് ഒരു സാമേ 6 എന്നൊക്കെ പറഞ്ഞിട്ട് തരും. ഇതിൽ പറഞ്ഞില്ലേ, ഇതിൽ സാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ K ഗ്രേറ്റർ ദാൻ 2 ക്ലാസ്സസ്, അതായത് 2ൽ കൂടുതൽ ക്ലാസ്സസ് ഉള്ളപ്പോൾ ഈ ഒരു മോഡൽ യൂസ് ചെയ്യുക. ജെൻറ്റിൽ അഡാബൂസ്റ്റ് റിപ്ലേസസ് ദ എക്സ്പെൻഷ്യൽ ലോസ് വിത്ത് ലീസ്റ്റ് സ്ക്വയർ സ്റ്റൈൽ, ലെസ് അഗ്രസീവ് ഇൻ ഓൺ ഔട്ട്ലേയേഴ്സ് അങ്ങനെ വരികയെന്നുണ്ടെങ്കിൽ ഈ ജെൻറ്റിൽ അഡാബൂസ്റ്റ് എന്നുള്ള ടൈപ്പ് യൂസ് ചെയ്യാം. ദെൻ റിയൽ അഡാബൂസ്റ്റ്, ഇത് ഏകദേശം സെയിം ആണ്, കുറച്ച് ഒരെണ്ണത്തിൽ പ്രോബബിലിറ്റീസ് യൂസ് ചെയ്യുന്നുണ്ട് നേവി യൂസ് ചെയ്യുന്ന പോലെ. പിന്നെ ഈ സാമ 6 എന്നൊക്കെ ടൈപ്പ് പ്രോബബിലിറ്റി ബേസ്ഡ് ആണ്. ദെൻ ലോജിസ്റ്റ് ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പ് ഉണ്ട്, യൂസസ് ലോജിസ്റ്റിക് ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂസേജ് എന്ത് യൂസ് ചെയ്തിട്ടാണ് കറക്റ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഡിഫറൻസസ് ഒക്കെ ഉള്ളൂ. ഓക്കെ, മൾട്ടി ക്ലാസ് വരുമ്പോൾ ഈ ഒരു ടൈപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, സാമ എന്ന് പറഞ്ഞിട്ടുള്ളത്. സ്റ്റേജ് വൈസ് അഡിറ്റീവ് മോഡലിംഗ്, ഓക്കെ, മാത്രമുള്ള വ്യത്യാസം. പിന്നെ പാരാമീറ്റേഴ്സാണ് ബേസ് എസ്റ്റിമേറ്റർ. ഇപ്പോൾ ഡിസിഷൻ ട്രീസ് സാധാരണ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ അത് ഹെവി ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേഞ്ച് വരും. അല്ലെങ്കിൽ ഡിസിഷൻ സ്റ്റംസ് യൂസ് ചെയ്യാം, മാക്സിമം ഡെപ്ത് 1 എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തായിരുന്നില്ലേ, അങ്ങനത്തെ യൂസ് ചെയ്യുക. അത് കനോണിക്കൽ ചോയ്സ്, എനി വീക്ക് ലേണർ വർക്ക്സ് ബട്ട് സ്റ്റംസ് ആർ വാട്ട് അഡാബൂസ് വാസ് ഡിസൈൻഡ് ഫോർ. ഈ ഒരു 60% ഒക്കെ ക്യാപ്പബിലിറ്റിയുള്ള സംഭവങ്ങൾ യൂസ് ചെയ്തിട്ട് സ്ട്രോങ് ലേണർ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് അൾട്ടിമേറ്റ് ഗോൾ. ആൻഡ് ബാക്കിയുള്ള യൂസ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് അതിനനുസരിച്ച് ഗ്രോ ചെയ്യുക എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നോയ്സും ഇതൊക്കെ കയറി വരാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒരു വർക്കിംഗ് അങ്ങനെയാണ്, നോയ്സിൽ ഭയങ്കര ഒബ്സസ്ഡ് ആണ് എറേഴ്സ് വരുമ്പോൾ. അതുകൊണ്ടാണ് ചെറിയ മോഡൽസ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. എസ്റ്റിമേറ്റേഴ്സ് ഒരു റൗണ്ട്സ് അല്ലെങ്കിൽ ട്രീസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. Default is 50, bump to 200 to 500 if you underfit. Past that, returns usually diminish or noise amplifies. Parameter learning rate, നമ്മൾ ഗ്രേഡിയൻ ബൂസ്റ്റിങ്ങിൽ യൂസ് ചെയ്തായിരുന്നില്ലേ, സെയിം ലേണിംഗ് റേറ്റ്. സ്കെയിൽസ് ഈച്ച് ആൽഫ ലോവർ, എക്സാമ്പിൾ 0.1 മീൻസ് ലോവർ ലേണിംഗ് റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ സ്ലോവർ ആയിട്ടായിരിക്കും, ഭയങ്കര ഹയർ ആണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോഡിങ് ആയിരിക്കും. എക്സ്പ്ലോഡിങ് കൊടുക്കുന്നത് ഒരു ലേണിംഗ് റേറ്റ് ഷെഡ്യൂളർ എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് വേണ്ടപ്പോൾ വേണ്ട റേറ്റ് യൂസ് ചെയ്യാന്നുള്ളത്. ഇതിൽ ഒരുപാട് കോഡ് വരുന്നില്ല, നമ്മൾ നേരത്തെ ഒക്കെ ചെയ്തായിരുന്നില്ലേ, അതുപോലെ ഒരു അക്യൂറസി വരെയൊക്കെ ഉള്ള ലെവലിൽ ചെയ്താൽ മതി. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം, കുറച്ചുണ്ട്.
ഓക്കെ. നെക്സ്റ്റ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് അഡാബൂസ്റ്റ് എന്നുള്ളതിൻ്റെ. നേരത്തെ ചെയ്തൊരു ഡാറ്റ സെറ്റ് തന്നെയാണ്. ഒരു ഓൺലൈൻ ഷോപ്പേഴ്സിൻ്റെ അവർ പർച്ചേസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്താലേ റവന്യൂ ജനറേറ്റ് ചെയ്യുള്ളൂ. റവന്യൂ ആണ് ടാർഗറ്റ്. സോ അത് കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും ഇതൊക്കെയാണ്. അവരുടെ സ്പെഷ്യൽ ഡേയിൽ പർച്ചേസ് വരുന്നുണ്ടോ, ബൗൺസ് റേറ്റ്സ് എത്രയുണ്ട്, ദെൻ അവർ ആ ഒരു പേജിൽ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, പ്രോഡക്റ്റ് റിലേറ്റഡ് ഡ്യൂറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതാണ് മീൻ ചെയ്യുന്നത്. ദെൻ പ്രോഡക്റ്റ് റിലേറ്റഡ് എത്ര റിലേറ്റഡ് പ്രോഡക്ട്സ് അവർ നമ്മൾ ക്ലിക്ക് ചെയ്യില്ലേ. ഒരു ഇപ്പോൾ S25 Ultra എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ താഴത്ത് S25 സീരീസ് ഉണ്ടാവും, മേ ബി ഐഫോണിൻ്റെ സീരീസ് ഉണ്ടാവും. സോ റിലേറ്റഡ് പ്രോഡക്ട്സിൽ എത്ര പോയിട്ടുണ്ട് അങ്ങനത്തെ ഒക്കെ ഇൻഫർമേഷനാണ്. ദെൻ ഇൻഫർമേഷണൽ ഡ്യൂറേഷൻ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എന്തൊക്കെ ഉണ്ടാവില്ലേ, അതിലെത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ ഓൺലൈൻ ഷോപ്പേഴ്സിൻ്റെ ഇൻറ്റൻഷനാണ് അവിടെ ഇതൊന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നത്. അവർ റവന്യൂ എന്നുള്ളതിൽ ട്രൂ ആണെന്നുണ്ടെങ്കിൽ അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, അല്ല എന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തിട്ടില്ല, അതാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. സോ ഇതിൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഒരു തിയറി പാർട്ടിൽ കണ്ട പോലെ ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്യും. ഫീച്ചർ ഇമ്പോർട്ടൻസ് വരുന്നതാണ് കൂടുതൽ കോൺട്രിബ്യൂഷൻസ് വരിക. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എത്ര ഉണ്ടോ അതിനായിരിക്കും കൂടുതൽ വോയിസ് വോട്ടിങ്ങിൽ വരുന്നത്. ഓക്കെ, ഇതിൽ അറിയാത്ത ഏതെങ്കിലും ഉണ്ടോ? അല്ല, യൂസ് ചെയ്തിട്ടുള്ളതല്ലേ? ഇമ്പോർട്ട് ചെയ്തതിൽ ഏതെങ്കിലും അറിയാത്തതുണ്ടോ? ആ താഴത്തെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഇത്രേ ഉള്ളൂ. ROC കർവ് ഡിസ്പ്ലേയും പ്രിസിഷൻ റീകോൾ ഡിസ്പ്ലേയും, അത് പ്ലോട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. വേറെ ബാക്കിയുള്ളതൊക്കെ കണ്ടിട്ടില്ലല്ലേ? കോളം ട്രാൻസ്ഫോമർ, പൈപ്പ് ലൈനൊക്കെ രണ്ടെണ്ണം. പിന്നെ വരുന്നത് അതിൽ 2 മോഡൽ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും. ഇതിലിപ്പോൾ ബേസ് മോഡലായിട്ട് ഡിസിഷൻ ട്രീ ആണ് യൂസ് ചെയ്യുന്നത്, സ്റ്റെപ്സ് യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഡിസിഷൻ ട്രീ എന്നുള്ള ഇത് യൂസ് ചെയ്യാണ്. ദെൻ അഡാബൂസ്റ്റിലേക്ക് ബേസ് മോഡലായിട്ട് യൂസ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. മെട്രിക്സ് അറിയാം, ഇത് ഓൾറെഡി ചെയ്ത ഡാറ്റ സെറ്റ് ഏതിലോ ഒരെണ്ണത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഇതിലോ ആണോ, റാൻഡം ഫോറസ്റ്റിലോ ഇതിലോ ആണ് ചെയ്തത്. സെയിം ഡാറ്റ സെറ്റാണ്. അപ്പോൾ അതിൽ ഡാറ്റ റീഡ് ചെയ്യുമ്പോൾ കുറേയൊക്കെ ഈ 0-1 ആ ഒരു റേറ്റിലാണ് കിടക്കുന്നത്. പിന്നെ ഈ ബൗൺസ് റേറ്റ്സ്
ദെൻ മന്ത് കുറച്ച് ഒബ്ജക്ട്സ് ഉണ്ട്. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് മേ ബി ക്രോം, ഫയർഫോക്സ് അങ്ങനെയുള്ള നമ്പർ കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കാം. ദെൻ റീജിയൻ, ഇപ്പോൾ കൺട്രി കോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കില്ലേ, അപ്പോൾ അതേപോലെ ആ ഒരു ടൈമിൽ വരുന്ന ഏതെങ്കിലും റീജിയനെ ഡിനോട്ട് ചെയ്യുന്നതായിരിക്കും. 9 ഒക്കെ വരുന്നുണ്ട്, അപ്പോൾ മൾട്ടിപ്പിൾ റീജിയൻസ് ഉണ്ടായിരിക്കും. സോ ട്രാഫിക് ടൈപ്പ് 1 2 3 4 ഇതും ഈ ഹയർ ആക്ടിവിറ്റീസ് വരുന്ന ടൈം അങ്ങനത്തെ ഇതായിരിക്കും. ദെൻ വിസിറ്റർ ടൈപ്പ്, നമ്മൾ ഹോട്ടൽ ടൈപ്പ് കണ്ടപ്പോൾ അതിൽ ട്രാവൽ ഏജൻസി വഴി വന്നവർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതേപോലെ വിസിറ്റർ ടൈപ്പ് റിട്ടേണിങ് വിസിറ്റർ ആണോ അല്ല പുതിയതായിട്ടുള്ള എന്താണോ എന്നൊക്കെ ഉള്ളത്. ദെൻ വീക്കെൻഡിലാണോ ആൾ നോക്കുന്നത് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത ആ ഒരു എന്തായിരിക്കും വീക്കെൻഡ് ട്രൂ ഓർ ഫാൾസ് എന്ന് പറയുന്നത്. റവന്യൂ ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ ആൾ പർച്ചേസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ റവന്യൂ ട്രൂ ആണെന്നുണ്ടെങ്കിൽ അവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നാണ്. അതാണ്. ദെൻ 12,330 റോസും 18 കോളംസും. ഇൻഫോയിൽ ഇൻറ്റീജേഴ്സ്, ഫ്ലോട്ട്, ബൂളിയൻ, ഒബ്ജക്റ്റും ഉണ്ട്. ഓക്കെ, ഹാൻഡിൽ ചെയ്യണം. ദെൻ ഡിസ്ക്രൈബിൽ നോക്കുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് എന്നുള്ളതിൽ മെയിൻ 4 മാക്സിമം. സോ ഇതിൽ ഔട്ട്ലേയേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂറേഷൻ ഇവിടെ 75% വരുന്നത് 93 ആണ്. ആൻഡ് മാക്സിമം വരുന്നത് 3,398. സോ അത് ഔട്ട്ലേയേഴ്സാണ്, അപ്പോൾ അത് ചെക്ക് ചെയ്യണം. ദെൻ ഇവിടെ വരുന്നത് ഇൻഫർമേഷൻ എന്നുള്ളതിൽ 0 വരുന്നുണ്ട്, ബട്ട് ഇവിടെ ഔട്ട്ലേയേഴ്സിന് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ ഔട്ട്ലേയേഴ്സ് ചെക്ക് ചെയ്യണം. ദെൻ ഇൻഫർമേഷണൽ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും ഈ ഒരു ടൈപ്പ് വാല്യൂസാണ് വരുന്നത്, ഔട്ട്ലേയേഴ്സ് ചാൻസ് ഉണ്ട്. ഇത് ഓൾസോ. ദെൻ പ്രോഡക്റ്റ് റിലേറ്റഡ് ഡ്യൂറേഷൻ 63,973 സെക്കൻഡ്സ് ആണെന്നുണ്ടെങ്കിലും കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈം വരുന്നുണ്ട്. ഇതിപ്പോൾ 1,400 സെക്കൻഡ് ആണെന്നുണ്ടെങ്കിലും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ദെൻ ബൗൺസ് റേറ്റ്സ് മേ ബി അവിടെ നിന്ന് ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വേറെ ഇതിലേക്ക് പോകുന്ന ഇതാണ്. ഇപ്പോൾ അവിടെ പ്രോഡക്റ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ലിങ്ക്സ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ആഡ്സ് ഒക്കെ വരുമ്പോൾ പുറത്തു പോകില്ലേ, അതാണ് ബൗൺസ് റേറ്റ്സ് എന്ന് പറയുന്നത്. എക്സിറ്റ് റേറ്റ്സും അത് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. ദെൻ പേജ് വാല്യൂസ്, അവിടെ എത്ര റീഡിങ് ടൈമും ഇതൊക്കെ എടുക്കേണ്ടതാണ്. സ്പെഷ്യൽ ഡേ ആണോ അല്ല എന്നുള്ളത് 0 1 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഏതെങ്കിലും 1 ആണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഡേ എന്നുള്ളത്, അല്ല എന്നുണ്ടെങ്കിൽ 0 എന്നുള്ളത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് മാക്സിമം 8 ആണ് വരുന്നത് തോന്നും. ദെൻ ബ്രൗസറും അതേപോലെ ടൈപ്പാണ് നമ്പേഴ്സ് ആക്കിയിട്ട് കൊടുത്തേക്കണേ. ദെൻ റീജിയൻ 9 റീജിയൻസ് ഉണ്ട്. ദെൻ ട്രാഫിക് ടൈപ്പ് 20 എന്നുള്ളത്. ഇത് ന്യൂമറിക്കൽ മാത്രമാണ്. ഒബ്ജക്റ്റിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പിൽ കൊടുക്കും. ദെൻ ESN.sum മിസ്സിംഗ് വാല്യൂസ് ഇല്ല. ജസ്റ്റ് അത് പ്ലോട്ട് ചെയ്യാൻ തോന്നുന്നേ ഉള്ളൂ, വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിയും. ടാർഗറ്റ് വേരിയബിൾ നമ്മൾ വിഷ്വലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോർമലി ടാർഗറ്റ് വേരിയബിളാണ് പ്ലോട്ട് ചെയ്ത് തുടങ്ങുക. കൗണ്ട് പ്ലോട്ട് ചെയ്യുക, PLT.figure SNS. കൗണ്ട് പ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് എക്സിൽ റവന്യൂ പാസ് ചെയ്യുക. ദെൻ ഡാറ്റ DF എന്ന് മാത്രം പാസ് ചെയ്യുക, PLT.show എന്ന് പറഞ്ഞിട്ട്. സോ അതിൻ്റെ റേറ്റ് 2 ഇംബാലൻസ്ഡ് ആണ്. കൗണ്ട് എന്ന് പറഞ്ഞാൽ 1,00,000 മേലെ ഫാൾസ് വരുന്നുണ്ട്, അവർ പർച്ചേസ് ചെയ്തിട്ടില്ല, റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടില്ല. ട്രൂ എന്നുള്ളത് ഒരു 2,000 സംതിങ് വരുന്നുള്ളൂ. 1,00,000 അല്ല, 10,000 ഫാൾസും വരുന്നുണ്ട്, 2,000 ട്രൂവും വരുന്നുണ്ട്. സോ റവന്യൂ അവിടെ ജനറേറ്റ് ചെയ്യുന്നത് 2,000 പേർക്കുള്ളൂ. 80-20 എന്നുള്ള ഇതാണ് വരുന്നത് റേഷ്യോ. സോ ഇംബാലൻസ്ഡ് ആണ്. ദെൻ ഔട്ട്ലേയേഴ്സ് ഇൻ ടൈമിങ്സ്, നേരത്തെ നമ്മൾ കണ്ടപ്പോൾ ആ ഒരു ടൈമിങ്ങിൻ്റെ സെക്കൻഡ്സിലാണെന്നുണ്ടെങ്കിൽ കൂടി ഒരുപാട് ഡിഫറൻസസ് വരുന്നുണ്ടായിരുന്നു. അത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി അതൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കണമെന്നുള്ളൂ. ഡാറ്റ DFൽ കോളംസ് ആണ് പാസ് ചെയ്യുന്നത്. ഇപ്പോൾ കോളംസ് കളക്ട് ചെയ്യുന്ന മൾട്ടിപ്പിൾ കോളംസ് ഉണ്ടെങ്കിൽ എങ്ങനെ കളക്ട് ചെയ്യുക, ഡാറ്റ DF എന്ന് പറഞ്ഞിട്ട് 2
സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരെണ്ണം ആണെന്നുണ്ടെങ്കിൽ ഈ ഒറ്റ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇതിൻ്റെ പേര് കൊടുക്കുകയാണ് ചെയ്യുക. രണ്ടെണ്ണം ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ടെണ്ണം ഓപ്പൺ ചെയ്തിട്ട് ഇത് ഇന്നർ ബ്രാക്കറ്റ്സ് ആണ്, അപ്പോൾ അതൊന്ന് കോമ ഇട്ടിട്ട് കൊടുക്കുക. ഓക്കെ, സോ plt.title ഔട്ട്ലെയർ ഡിറ്റക്ഷൻ. ടൈറ്റിൽ എക്സ്റ്റിക്സ് ഓൾറെഡി അറിയണമല്ലേ. സോ അതിൽ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ നോക്കിയാൽ ഔട്ട്ലെയർ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂറേഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്, ആൻഡ് കുറച്ച് വാല്യൂസ് ആ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന് പുറത്ത് കിടക്കുന്നുണ്ട്. അതുപോലെ ഇൻഫർമേഷൻ ഡ്യൂറേഷനും സെയിം ആണ്. ദെൻ പ്രൊഡക്റ്റ് റിലേറ്റഡ് ഡ്യൂറേഷനിൽ നോക്കുമ്പോൾ ഔട്ട്ലെയേഴ്സ് അവിടെ കാണുന്നുണ്ട്. ആവശ്യമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കളയുക ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമ്പോൾ. ദെൻ ബോക്സ് പ്ലോട്ട്സ് ഇൻ പേജ് വാല്യൂസ് വേഴ്സസ് റവന്യൂ. പേജ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം ആയിരിക്കും. സോ ബോക്സ് പ്ലോട്ടിൽ പാസ് ചെയ്യുമ്പോൾ SNS.box പ്ലോട്ട് ഡാറ്റ ഈക്വൽ ടു DF എവിടെ നിന്നാണ് എടുക്കണമെന്നുള്ളത് എക്സും വൈയും പാസ് ചെയ്യുന്നുണ്ട്. എക്സിൽ രണ്ടെണ്ണം വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഒരെണ്ണത്തിൽ റവന്യൂ പാസ് ചെയ്യുന്നു, ഒരെണ്ണത്തിൽ പേജ് വാല്യൂസ് വൈ എന്ന് പറഞ്ഞിട്ട്, പിന്നെ ടൈറ്റിലും ഷോയും മാത്രമാണ് എക്സ്ട്രാ പാസ് ചെയ്യുന്നത്. സോ അതിൽ ചെക്ക് ചെയ്യുമ്പോൾ ഔട്ട്ലെയേഴ്സ് ഉണ്ട്. പേജ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ടൈമാണ് അല്ലെങ്കിൽ അതിൻ്റെ സ്പെൻഡ് ചെയ്യുന്ന ടൈം ആണെന്നുണ്ടെങ്കിൽ 250 ഈ ഒരു റേഞ്ചിലൊക്കെ നോർമലി വരുന്നുണ്ട്. ആൻഡ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ പർച്ചേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പേജിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്തിട്ടില്ല എന്നൊക്കെ, അതാണ് ഈ ഒരു ഫാൾസ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് വരുന്നത്. ദെൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്, ഒരു 0 to 45 സംതിങ് ആണ് വരുന്നത് ആ ഒരു നോർമൽ സ്പെൻഡിങ് റേഞ്ച്. മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ 45 മിനിറ്റോ 50 മിനിറ്റോ ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് അവർ പർച്ചേസ് ചെയ്തവരുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് ഈ ഒരു ബ്ലൂവിൽ കൊടുത്തിട്ടുണ്ടാവുക. ദെൻ ഇവിടെ നോക്കുമ്പോൾ ഒരു 350 മിനിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് ദെൻ അത് സ്പെൻഡ് ചെയ്തിട്ട് അവർ ഒന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അത്രയും. പക്ഷേ മേ ബി അങ്ങനെ വരാൻ ചാൻസ് ഭയങ്കര കുറവല്ലേ. ഒരുപാട് ടൈം ഇപ്പോൾ 350 മിനിറ്റ്സ് പറഞ്ഞാൽ എത്ര വരും? 12 മണിക്കൂർ അതിൽ കൂടുതലുണ്ട്. അപ്പോൾ ഒരേ പേജിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് 12 മണിക്കൂർ സംതിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രേഞ്ച് അല്ലേ. മേ ബി ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. അപ്പോൾ ബാക്കിയുള്ള വാല്യൂസും കൂടി നോക്കണം, കണക്ട് ചെയ്തിട്ട് അങ്ങനെ നോക്കുക. ആൻഡ് ഇവിടെ ഓൾസോ ഒരു നോർമൽ റേഞ്ച് ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ മുകളിലേക്കുള്ളത് അങ്ങനെ വരുന്ന വാല്യൂസ് ആയിരിക്കും. പിന്നെ നോർമലി അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് അതിൽ വരുന്ന ബാക്കിയുള്ള വാല്യൂസും കൂടി നോക്കി നോക്കുക. ഇപ്പോൾ പേജ് വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബൗൺസ് റേറ്റ് ഇതൊന്നും ഇല്ലാണ്ട് അങ്ങനെ വരാൻ ഒട്ടും ചാൻസ് ഇല്ലല്ലോ, ഒരുപാട് ഹവേഴ്സൊക്കെ. അപ്പോൾ അത് ഫോക്കസ് ചെയ്യാം. ദെൻ ഓരോ മന്ത്സിൽ നമ്മൾ ഹോട്ടലിൻ്റെ പ്രൊഡിക്ഷനിൽ ചെയ്തില്ലേ, അതിൽ റവന്യൂ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്, ട്രൂ ഫാൾസ് എന്ന് പറഞ്ഞിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഓരോ മന്തിൽ. ഓക്കെ അല്ലേ. അതിൽ ഏറ്റവും ഹൈ വരുന്നത് മെയ്യിലാണ്. മെയ്യിൽ ഫാൾസാണ് ഹൈ വരുന്നത്. ആൻഡ് ട്രൂ എന്നുള്ളത് ഏറ്റവും കൂടുതൽ മേ ബി സെയിൽസ് കൂടുതൽ വരുന്നത് നവംബറിലായിരിക്കും. നവംബറിൽ എന്താ ബിഗ് ബില്യൺ ഒക്കെ എപ്പോഴാണ് വരണേ? ബിഗ് ബില്യൺ ഓഗസ്റ്റ് ആണോ സെപ്റ്റംബറിലോ? സെപ്റ്റംബർ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റ ആയിരിക്കും. സോ എന്തെങ്കിലും സ്പെഷ്യൽ ഇവൻറ്റ്സോ അങ്ങനെയൊക്കെ വരുമ്പോഴായിരിക്കാം ട്രൂ എന്നുള്ളത് വരുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ പർച്ചേസ് കുറവ് വരുന്നത്, അതായത് സൈറ്റിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ കുറവാണ് വരുന്നത് മെയ് എന്നുള്ള ഒരു ഇതിൽ. റവന്യൂ ബൈ മന്ത് ആൻഡ് കോറിലേഷൻ ചെക്ക് ചെയ്യുകയാണ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് DF കോറിലേഷൻ ന്യൂമറിക്കൽ ഓൺലി ട്രൂ എന്ന് പറഞ്ഞിട്ട്, ന്യൂമറിക്കലിൽ മാത്രമാണ് കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ദെൻ ആ കോളം കളക്ട് ചെയ്യാം റവന്യൂ എന്ന് പറഞ്ഞിട്ട്. ദെൻ അതിൻ്റെ വാല്യൂസ് സോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ദെൻ സൈസ് സെറ്റ് ചെയ്യുന്നു. കോറിലേഷൻ ഡ്രോപ്പ് റവന്യൂ ഡ്രോപ്പ് ചെയ്തിട്ടാണ് പ്ലോട്ട് ചെയ്യുന്നത്. ടാർഗറ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് അതിൽ പ്ലോട്ട് ചെയ്യുക. ദെൻ കൈൻഡ് ബാർ പ്ലോട്ട്, ദെൻ കളർ സ്റ്റീൽ ബ്ലൂ എന്ന് പറഞ്ഞിട്ട്. ദെൻ plt.title കോറിലേഷൻ ഓഫ് ന്യൂമറിക്കൽ ഫീച്ചേഴ്സ് വിത്ത് റവന്യൂ. ഈ റവന്യൂ ആണ്
റവന്യൂ ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇത് പ്ലോട്ട് ചെയ്യുന്നത്. ഫീച്ചേഴ്സ് തമ്മിലല്ല, അങ്ങനെയല്ല. ടാർഗറ്റ് വേരിയബിളുമായിട്ട് ഈ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവില്ലേ, ന്യൂമറിക്കൽ ഫീച്ചേഴ്സ്, അതിൻ്റെ കോറിലേഷനാണ് ചെക്ക് ചെയ്യുന്നത്. ഇത് മറ്റേ ഹീറ്റ് മാപ്പ് അല്ല. ഇപ്പോൾ ടാർഗറ്റ് വേരിയബിളായിട്ട് നമ്മളിപ്പോൾ പ്ലോട്ട് ചെയ്യില്ല, എക്സ് റവന്യൂ, വൈ സം കൈൻഡ് ഓഫ് തിങ് എന്ന് പറഞ്ഞിട്ട് പ്ലോട്ട് ചെയ്യില്ലേ, അതേപോലെ കോറിലേഷൻ ചെക്ക് ചെയ്യുകയാണ്. കോറിലേഷൻ സിമിലാരിറ്റി ഉണ്ടാവില്ലേ, അത് എത്രത്തോളം വരുന്നുണ്ടെന്ന് അതാണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പേജ് വാല്യൂസും റവന്യൂ ആയിട്ടാണ് ഹൈ കോറിലേഷൻ വരുന്നത്. ആൻഡ് പ്രോഡക്റ്റ് റിലേറ്റഡും ഇതുമായിട്ട് ഒരു സെക്കൻഡ് മോസ്റ്റ് കോറിലേഷൻ വരുന്നുണ്ട്. ഏറ്റവും കുറവ് വരുന്നത് ഇതൊക്കെ ന്യൂട്രലായിരിക്കും. ഇവിടെ നിന്ന് നെഗറ്റീവ് കോറിലേഷൻ വരില്ലേ, അത് ഈ 0ൻ്റെ അവിടെ വരുന്നത് ന്യൂട്രൽ, അതേപോലെ തന്നെ ട്രാഫിക് ടൈപ്പ് എന്നുള്ളത്. സോ അങ്ങനെയാണ് രണ്ട് ഇത് തമ്മിലുള്ള കോറിലേഷൻ മാത്രം ചെക്ക് ചെയ്യുന്നത്. ദെൻ റവന്യൂ വേഴ്സസ് എക്സിറ്റ് റേറ്റ്സ് എന്ന് പറയുന്നത്, പുറത്ത് പോകുന്നത്, ഇപ്പോൾ അതിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ പർച്ചേസ് ചെയ്യാണ്ടാണോ പോകണമെന്നുള്ളത്. എക്സും വൈയും പാസ് ചെയ്യണമെന്ന് തന്നെ ഉള്ളൂ ബോക്സ് പ്ലോട്ട്സിൽ. ഔട്ട്ലേയേഴ്സ് എക്സിറ്റ് റേറ്റിൽ 200. ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ദെൻ പർച്ചേസ് ചെയ്തതും പർച്ചേസ് ഇത് പർച്ചേസ് ചെയ്തത്, ഇത് ചെയ്യാത്തത്, എക്സിറ്റ് റേറ്റ്സ്. ദെൻ ബൗൺസ് റേറ്റ് ഓൾസോ ഒരു ഹിസ്റ്റോഗ്രാം പ്ലോട്ട് ചെയ്യുന്ന പോലെ. ദെൻ എക്സ് ഈക്വൽ ടു ബൗൺസ് റേറ്റ് എന്ന് കൊടുത്തു, ബിൻസ് 30 ഡാറ്റ മാത്രമേ എടുക്കുന്നുള്ളൂ. ദെൻ അതിൽ KD ഈക്വൽ ടു ട്രൂ, സ്മൂത്തനിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു. ദെൻ ഇതിൽ കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ബൗൺസ് റേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ചേഞ്ച് ചെയ്ത് പോകുന്നതല്ലേ. അപ്പോൾ അതിൽ ആദ്യത്തെ കുറച്ച് ടൈമിൽ തന്നെയാണ് ഹൈ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൈം മാത്രം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വേറെ ഇതിലേക്ക് പോകുന്നുണ്ട്, ഒരേ ഇതിൽ നിൽക്കുന്നില്ല. അതാണ് ബൗൺസ് റേറ്റ് അത്രയും ഒരു ഏർലിയർ ടൈംസിൽ കൂടുതലായിട്ട് കിടക്കുന്നത്. പിന്നെ കുറച്ചുകൂടി സ്പൈക്ക് ചെയ്ത് വന്നേക്കണം ഇവിടെ നിന്ന് ഒരു റേറ്റ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്പൈക്ക് ചെയ്ത് വന്നേക്കണം, കുറച്ച് കഴിഞ്ഞിട്ടൊരു 0.200 മേ ബി മിനിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈം സ്പെൻഡ് ചെയ്തിട്ട് അവർ ബൗൺസ് ചെയ്ത് പോകുന്നുണ്ട്. കുറച്ച് നേരം അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒന്നൊക്കെ നോക്കിയിട്ട്. സോ അതൊന്ന് സെർച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. ബാക്കി അതിൻ്റെ ഇടയിൽ ഇതൊന്നുമില്ല. സോ ഒരു സ്മൂത്തനിങ് കർവ് കുറച്ച് ഇൻക്രീസ് ആയിട്ടുണ്ട്. കൂടുതൽ ബൗൺസ് റേറ്റ്സ് വരുന്നത് ഏർലിയർ ടൈംസിലാണ്. അതാണ് ഇൻസൈറ്റ്സ്. ദെൻ വിസിറ്റർ ടൈപ്പ് വേഴ്സസ് റവന്യൂ. ഇതേപോലെ എക്സും ഹ്യൂ നമ്മൾ ഗ്രൂപ്പ് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാസ് ചെയ്യില്ലേ, അതേപോലെ SNS ഡോട്ട് കൗണ്ട് പ്ലോട്ട് ഡാറ്റ പാസ് ചെയ്യുക. എക്സ് എന്നുള്ളതിൽ വിസിറ്റർ ടൈപ്പ്, ഹ്യൂ എന്നുള്ളതിൽ റവന്യൂ. വിസിറ്റർ ടൈപ്പ് വേഴ്സസ് റവന്യൂ. വിസിറ്റർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിട്ടേണിങ് വിസിറ്റർ ആണോ, ന്യൂ വിസിറ്റർ ആണോ, അതറാണോ എന്നുള്ളത്. 3 ടൈപ്പ് ഇന്നലെ കണ്ട പോലെ അതിൽ റിട്ടേണിങ് വിസിറ്ററിൽ റവന്യൂ ഫാൾസ് ആയിട്ടുള്ളവരാണ് കൂടുതൽ, എല്ലാത്തിലും തന്നെയാണ് കൂടുതൽ. ആൻഡ് ഇതിൽ ഭയങ്കര ലോ ആണ്. അതർ എന്നുള്ള ടൈപ്പിൽ ഉണ്ട്, ഒരു ഓറഞ്ച് കളർ കുറച്ച് ഉണ്ട്, പക്ഷെ എന്നാലും കുറവാണ്. ആൻഡ് കമ്പാരിറ്റീവ്ലി റിട്ടേണിങ് വിസിറ്ററിൽ തന്നെയാണ് റവന്യൂ ജനറേഷൻ ഫാൾസും ട്രൂവും ഹൈ ആയിട്ടുള്ളത്. ഓക്കെ, ന്യൂ വിസിറ്ററിൽ ഹാഫും ഇല്ല, അതിൻ്റെ താഴത്തേക്കാണ് ഇതിൻ്റെ കമ്പാരിസൺ ചെയ്യുമ്പോൾ. പിന്നെ സ്പ്ലിറ്റ് ചെയ്യാണ് എക്സ് DF ഡോട്ട് ഡ്രോപ്പ്, റവന്യൂ മാത്രം കളക്ട് ചെയ്യുന്നു കോളം, റവന്യൂ ഒഴികെ ബാക്കിയുള്ളത് കളക്ട് ചെയ്യുന്നു എക്സിൽ. ദെൻ വൈയിൽ DF ഓഫ് റവന്യൂ എന്ന് പറഞ്ഞിട്ട്. ദെൻ DF ഓഫ് കോളംസ് ആണ്, അത് വേറെ തന്നെ ഞാൻ പ്രിൻറ്റ് ചെയ്തായിരുന്നു, കാണുന്നില്ല. അടുത്തത് പൈപ്പ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. പൈപ്പ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാറ്റഗറിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ഏതിലാണ് കാറ്റഗറിക്കൽ ഫീച്ചേഴ്സ് ഉള്ളത്. ഇപ്പോൾ DF ഡോട്ട് ഡി ടൈപ്സ് എന്ന് കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ റവന്യൂവിൻ്റെ ടൈപ്പും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇപ്പോൾ ഇൻക്ലൂഡ് ഒബ്ജക്റ്റ് കോളംസ് എന്ന് പറഞ്ഞു, അതിൽ ബൂളിയൻസ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, ദെൻ വേറെ ഇൻറ്റും ഫ്ലോട്ടും ഉണ്ട്.
സോ അത് മാത്രം കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ DF എന്ന് എടുക്കുക എന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു ടോട്ടൽ ടൈപ്സ് വരും. പക്ഷേ ഇവിടെ താഴത്തെ എക്സ്ക്ലൂഡ് കൊടുക്കുമ്പോൾ ബാക്കിയുള്ള ടൈപ്സും കൂടി വരുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലിക്റ്റ് ആവും. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. കാറ്റഗറിക്കൽ ഫീച്ചേഴ്സ് എക്സ് എന്നുള്ളതിൽ സ്പ്ലിറ്റ് ചെയ്തതിൽ ഓൾറെഡി ഇൻപുട്സ് മാത്രമാണല്ലോ ഉള്ളത്. അപ്പോൾ X. സെലക്ട് ഡി ടൈപ്സ്. ഇത് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ, അറിയാലോ? അറിയില്ലേ? അത് നമ്മൾ DF ഡോട്ട് കോളംസ് എന്ന് പറയുമ്പോൾ കോളംസ് മാത്രം കളക്ട് ചെയ്യുന്നത്. സെലക്ട് ഡി ടൈപ്സും കൂടി കൊടുക്കുമ്പോൾ ഇൻക്ലൂഡ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് വരുന്ന ഡാറ്റ ടൈപ്പുള്ളത് മാത്രം കളക്ട് ചെയ്യുന്നത്. ഓക്കെ. അതിൽ ഇതിൽ എക്സ്ക്ലൂഡ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ എക്സ്ക്ലൂഡ് ഒബ്ജക്റ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് മൊത്തം കളക്ട് ചെയ്യും. ന്യൂമറിക്കലോ ബൂളിയനോ എന്ത് വരികയാണെന്നുണ്ടെങ്കിലും അത് കളക്ട് ചെയ്യും. ദെൻ പൈപ്പ് ലൈൻസ് സ്റ്റെപ്സ് ഡിഫൈൻ ചെയ്യുക. ഇമ്പ്യൂട്ടർ ഡിഫൈൻ ചെയ്യുന്നു. ദെൻ സിമ്പിൾ ഇമ്പ്യൂട്ടർ സ്ട്രാറ്റജി മീഡിയം വെച്ചിട്ട് ഫില്ല് ചെയ്യുക എന്നുള്ളത്. ഒരു ബ്രാക്കറ്റും ഇതൊക്കെ കറക്റ്റ് നോക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് ഇതൊക്കെ മാറിപ്പോകും. എനിക്ക് ഇന്നലെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്തൊക്കെയാണ് മാറിപ്പോയി. ദെൻ കാറ്റഗറിക്കൽ ട്രാൻസ്ഫോമർ ഈക്വൽ ടു പൈപ്പ് ലൈൻ. അതിൽ സ്റ്റെപ്സ് ഡിഫൈൻ ചെയ്യുക. ആദ്യം ഇമ്പ്യൂട്ടറും പിന്നെ ഇന്നലെ കാണിച്ചെന്ന പോലെ ഒരു 1 hot എൻകോഡറും. ദെൻ പ്രീ പ്രോസർ കോളം ട്രാൻസ്ഫോമർ. ഇത് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യുക. നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ ന്യൂമറിക്കൽ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുക ന്യൂമറിക്കൽ ഫീച്ചേഴ്സിൽ. ദെൻ കാറ്റഗറി വന്നിട്ടുണ്ടെങ്കിൽ കാറ്റഗറിക്കൽ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുക കാറ്റഗറിക്കൽ ഫീച്ചേഴ്സിൽ. ദെൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെ മോഡൽ ബിൽഡ് ചെയ്യുന്നതാണ്. അതിൽ ഫസ്റ്റ് എന്താ എടുത്തേക്കണേ, ബേസ് മോഡൽ, ഡിസിഷൻ ട്രീ, ക്ലാസിഫയർ. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെപ്സ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുക. സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അതിൻ്റെ കാണിച്ചു തരാം. സോ ഇതിൽ ബേസ് മോഡൽ ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഈ ഒരു മോഡൽ ബിൽഡ് ചെയ്യുന്നത്. മാക്സിമം ഡെപ്ത് കണ്ടോ, 1 എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് ഡെപ്ത് എടുക്കുന്നില്ല, ഒരു കുഴപ്പമില്ലാത്ത ഡെപ്ത് മാത്രമേ എല്ലാത്തിലും ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നു. റാൻഡം സ്റ്റേറ്റ് 42 എന്ന് പറഞ്ഞിട്ട്. ഇതാണ് സ്റ്റെപ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ദെൻ മോഡൽ, പൈപ്പ് ലൈൻ, പ്രീ പ്രോസസ്സിങ്ങും ക്ലാസിഫയറും ഇന്നലെ കോൾ ചെയ്യാൻ കാണിച്ചു തന്നില്ലേ. പ്രീ പ്രോസസ്സിങ് സ്റ്റെപ്സും അത് കഴിഞ്ഞിട്ട് ക്ലാസിഫയർ എന്ന് പറഞ്ഞാലായിരിക്കും ഈ ഒരു മോഡൽസ് ഉണ്ടാകുന്നത്. നമ്മൾ പ്രീ പ്രോസസ്സിങ് ടോട്ടലായിട്ട് അതിൽ പാസ് ചെയ്യുന്നത്. പ്രീ പ്രോസറിൽ ആ ന്യൂമറിക്കലും കാറ്റഗറിക്കലും പൈപ്പ് ലൈനിൽ യൂസ് ചെയ്യില്ലേ, അത് ടോട്ടലി ഉണ്ടാവും. ഇവിടെ കോളം ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്തിട്ടില്ലേ, അപ്പോൾ അതിൽ വരുന്നില്ലേ ന്യൂമറിക്കൽ ട്രാൻസ്ഫോമർ, ന്യൂമറിക്കൽ ഫീച്ചേഴ്സ്. ഇത് രണ്ടും കൂടി യൂസ് ചെയ്യുന്നില്ലേ. മിസ്സിങ് വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിലും എൻകോഡ് ചെയ്യുകയെന്നുണ്ടെങ്കിലും അതിൽ തന്നെ കംപ്ലീറ്റ് ആവും. ദെൻ ഇവിടെ ബേസ് മോഡൽ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസ് മോഡൽ ഡിസിഷൻ ട്രീ ക്ലാസിഫയർ എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്തിട്ട് മോഡലിലാണ് ഈക്വൽ ടു പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്തിട്ട് സ്റ്റെപ്സ് ഇതേപോലെ ഒരു പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യാണ്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ മോഡലിന് ഒരു പൈപ്പ് ലൈൻ ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യാം. മോഡൽ ഈക്വൽ ടു പൈപ്പ് ലൈൻ സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് പ്രീ പ്രോസർ നേരത്തെ ഡിഫൈൻ ചെയ്ത ആ ഒരു പ്രീ പ്രോസറായിട്ട് യൂസ് ചെയ്യാം. ആ കാറ്റഗറിക്കലും ന്യൂമറിക്കലും വരുന്നത്. ദെൻ ഇവിടെ നിന്ന് ക്ലാസിഫയർ എന്ന് പറഞ്ഞിട്ടൊരു ഇത് പാസ് ചെയ്യുന്നുണ്ട്. അതിൽ ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്, എന്തൊക്കെ യൂസ് ചെയ്യണമെന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അഡാബൂസ്റ്റ് ക്ലാസിഫയർ യൂസ് ചെയ്യണം. നമ്മൾ ഇന്നലെ റാൻഡം ഫോറസ്റ്റ് മോഡലാണ് ക്ലാസിഫയർ ആയിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ ഇതിൽ ബേസ് മോഡൽ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ക്ലാസിഫയർ ഒന്നുകൂടി പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അഡാബൂസ്റ്റ് ക്ലാസിഫയർ, എസ്റ്റിമേറ്റർ, ബേസ് മോഡൽ എന്ന് പറഞ്ഞിട്ട്. എസ്റ്റിമേറ്റർ എന്താ ഒരു ട്രീൻ്റെ ഇത് യൂസ് ചെയ്യേണ്ടത്, ഡിസിഷൻ ട്രീ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള മോഡലില്ലേ അതാണ് യൂസ് ചെയ്യേണ്ടത്. എസ്റ്റിമേറ്റേഴ്സ്, നമ്പർ ഓഫ് ട്രീസ് ഇല്ലേ അത്. ദെൻ ലേണിംഗ് റേറ്റ് 0.5, ഒരു മിഡ് വാല്യൂ ആണ് കൊടുക്കുന്നത്. ഒരുപാട് എക്സ്പ്ലോഡിങ്ങും അല്ല ഒരുപാട് ഡൗണും അല്ല ലേണിംഗ് റേറ്റ് എന്നുള്ളത്. എത്ര പെട്ടെന്ന് ആ ഒരു ട്രീ ലേൺ ചെയ്യണമെന്നുള്ള ഇതാണ്. ദെൻ റാൻഡം സ്റ്റേറ്റ് 42. അല്ലാന്നുണ്ടെങ്കിൽ ലേണിംഗ് റേറ്റിന് ഷെഡ്യൂളേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി പൈപ്പ് ലൈൻ ക്ലോസ് ചെയ്യുന്നു. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താ, മോഡൽ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് ഈ ഡാറ്റ വെച്ചിട്ട്. മോഡൽ എന്നുള്ളതിൽ എന്താ ഉള്ളത്, പൈപ്പ് ലൈൻസ് ഇതുണ്ട്. ഈ പൈപ്പ് ലൈനിലുള്ള മോഡലിനെ എക്സ് ട്രെയിനും വൈ ട്രെയിനുമായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ കൊടുക്കാം. അതായത് സ്റ്റെപ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ ന്യൂമറിക്കൽ പൈപ്പ് ലൈന്, സിമ്പിൾ ഇമ്പ്യൂട്ടറിൽ, ദെൻ 1 hot എൻകോഡർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അഗെയിൻ ക്ലാസിഫയർ എന്നുള്ളത്.
അപ്പോൾ ഡിഫൈൻ ചെയ്ത സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ട്രെയിനിങ്ങിൽ. സോ ഇതിലാണ് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്ത സംഭവങ്ങൾ മാത്രമായിരിക്കും അവിടെ വന്നേക്കണം. ഡൗട്ടുണ്ടോ? അല്ലടാ, ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ഫിറ്റ് ചെയ്യുമ്പോൾ പൈപ്പ് ലൈൻ ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ വരിക? ഇത് മാത്രമേ വരുള്ളൂ, ഈ ഇതിൻ്റെ മേലേക്കുള്ള ഒന്നും ഉണ്ടാവില്ല. നമ്മൾ മോഡൽ ഡോട്ട് ഫിറ്റ് എന്ന് പറയുമ്പോൾ ഡീഫോൾട്ട് വാല്യൂ ആണ് കൊടുത്തേക്കണമെങ്കിൽ ഈ ഒരു പാർട്ട് മാത്രമേ വരുള്ളൂ, ഡിസിഷൻ ട്രീ ക്ലാസിഫയർന്ന്. ഇത് പൈപ്പ് ലൈൻ ആയിട്ട് ഡിഫൈൻ ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ പൈപ്പ് ലൈൻ നോക്കുക. ബേസ് മോഡൽ എന്താ കൊടുത്തേക്കണേ? ഡിസിഷൻ ട്രീ ക്ലാസിഫയർ. മോഡൽ പൈപ്പ് ലൈനിൽ എന്തൊക്കെയുള്ള പ്രീ പ്രോസറിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് അത് പൈപ്പ് ലൈൻ ആയിട്ട് യൂസ് ചെയ്യണതുകൊണ്ട് സിമ്പിൾ ഇമ്പ്യൂട്ടറിൽ എന്താ സ്ട്രാറ്റജി? മീഡിയം എന്നുള്ളത്. പിന്നെ കാറ്റഗറിക്കൽ വരുമ്പോൾ അത് നമ്മൾ എന്താണ് ഇമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് മോസ്റ്റ് ഫ്രീക്വൻറ്റ് ഫില്ല് ചെയ്യുന്നു. പിന്നെ അടുത്ത എൻകോഡർ 1 ഹോട്ട് യൂസ് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യുന്നു. അതിന് അടുത്തത് ക്ലാസിഫയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡിഫൈൻ ചെയ്തില്ലേ, അഡാബൂസ്റ്റ് ക്ലാസിഫയർ, ഇത് ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടില്ലേ, അതിൻ്റെ എന്തായിരിക്കും ഇവിടെ വരുന്നത്. അത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസിഷൻ ട്രീ ക്ലാസിഫയർ മാക്സിമം ഡെപ്ത് 1, റാൻഡം സ്റ്റേറ്റ് 42, ലേണിംഗ് റേറ്റ് 0.5, എൻ എസ്റ്റിമേറ്റേഴ്സ് 100, റാൻഡം സ്റ്റേറ്റ് 42. അവിടെ എന്തൊക്കെയാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് യൂസ് ചെയ്യുക. എവിടെ 0.5 മിഡ് എന്ന് പറഞ്ഞില്ലേ, 0.1 ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലോ ആണ്. ഇവിടെ എന്ത് കൊടുക്കണോ അത് തന്നെയാണ് താഴത്തും വരിക. അതാണ് ഫിറ്റ് ചെയ്യുന്നത് നമ്മൾ. ആ ടൈപ്പ് മോഡലിലേക്കാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ലേൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രമായിട്ട് ആ മോഡൽസ് ലോഞ്ച് ചെയ്യുന്നത്. ഇനി ഇൻ കേസ് നമ്മൾ വേറൊന്നും കൊടുത്തിട്ടില്ല, ഡീഫോൾട്ട് വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു മോഡലിൻ്റെ നെയിം മാത്രമേ ലോഡാവുള്ളൂ. നമ്മൾ ഡീഫോൾട്ട് ഏതെങ്കിലും ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് റൺ ചെയ്ത് നോക്കിയത് മോഡൽ ഡോട്ട് ഫിറ്റ് എന്ന് പറഞ്ഞിട്ട് അത് കറക്റ്റായിട്ടാണ് റൺ ചെയ്യണമെങ്കിൽ ആ ഒരു മോഡലിൻ്റെ നെയിം മാത്രമേ വരുള്ളൂ ഫിറ്റ് ചെയ്യുമ്പോൾ. ഇതിപ്പോൾ പൈപ്പ് ലൈൻ ഉള്ളതുകൊണ്ടാണ് ഇത്രയും സ്റ്റെപ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിലും ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ആ ഡീലോട്ട് അങ്ങനെ ആ ഒരു ആരോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണോ വാല്യൂസ് കൊടുത്തേക്കുന്നത്, ഏത് പാരാമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടാവില്ലേ മോഡൽ. നമ്മളിപ്പോൾ റാൻഡം ഫോറസ്റ്റ് കോൾ ചെയ്യാന്നുണ്ടെങ്കിൽ എൻ എസ്റ്റിമേറ്റേഴ്സ്, മാക്സിമം ഡെപ്ത്, മാക്സിമം നമ്പർ സ്പ്ലിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഡീഫോൾട്ട് വാല്യൂസ് ഇല്ലേ, ആ ഡീഫോൾട്ട് വാല്യൂസ് ആണ് അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത്. ക്ലിയർ ആയോ? ദെൻ അടുത്തത് ഇത് വെച്ചിട്ട് പ്രഡിക്റ്റ്. ഇപ്പോൾ ലേൺ ചെയ്യിപ്പിച്ചു, ഇനി അടുത്തത് പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബൈ പ്രൊഡ്യൂസ് ഈക്വൽ ടു മോഡൽ ഡോട്ട് പ്രഡിക്റ്റ് എക്സ് ടെസ്റ്റ് എന്നുള്ളത്. അതിന് അൺസിൻ ഡാറ്റ കൊടുത്തിട്ട് അതിനെ പ്രഡിക്റ്റ് ചെയ്യുക. ദെൻ ആക്യുറസി വൈ ടെസ്റ്റും വൈ പ്രൊഡും തമ്മിലുള്ളതാണ് 0.88 എന്നുള്ളത്. 88% ആക്യുറസി ഉണ്ട്. ദെൻ ഡി എഫ് ഡോട്ട് കോളംസ് എന്തൊക്കെയാണ്. ദെൻ കൺഫ്യൂഷൻ മെട്രിക്സ് പ്രിൻ്റ് ചെയ്യിക്കുക. കൺഫ്യൂഷൻ മെട്രിക്സ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള അറിയില്ലേ, കണ്ടിട്ടില്ലേ? അതിൻ്റെ കൂടെ ഇമ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. കൺഫ്യൂഷൻ മെട്രിക്സ് വൈ ടെസ്റ്റും വൈ പ്രൊഡും തമ്മിലുള്ളത് കാണും. ദെൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു വേരിയബിൾ കൊടുത്തിട്ട് കൺഫ്യൂഷൻ മെട്രിക്സ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യുക. അത് എവിടെ അപ്ലൈ ചെയ്യേണ്ടത്? കൺഫ്യൂഷൻ മെട്രിക്സിൽ. ദെൻ ഡിസ്പ്ലേ ഡോട്ട് പ്ലോട്ട് സി മാപ്പ് ബ്ലൂസ് PLT ഡോട്ട് ഷോ. മിസ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, 1 എന്നുള്ളത് 0 ആയിട്ടൊക്കെ പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. ആൻഡ് 0 1 ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്നത് 120 ഉണ്ട്. ഹാൻഡിൽ ചെയ്യണം, അതിൽ ട്യൂണിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ദെൻ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് പ്രിൻ്റ് ചെയ്യിക്കുകയാണ്. ദെൻ ഇതിൽ പ്രിസിഷൻ റീകോളും ചെക്ക് ചെയ്യുന്നത്. ഫാൾസ് എന്നുള്ളത് 93% പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. ട്രൂ എന്നുള്ളത് 66% ആണ് വരുന്നത്. ദെൻ ആക്യുറസി മാക്രോ ആവറേജും ഇതൊക്കെ ചെക്ക് ചെയ്യുക. ദെൻ ഇവിടെ നോക്കുമ്പോൾ ട്രൂ എന്നുള്ളത് ഇതിപ്പോൾ ഇംബാലൻസ്ഡ് ആയിരുന്നില്ലേ ഡാറ്റ, സ്പ്ലിറ്റ് ചെയ്തപ്പോൾ 2084 382 ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റേ സ്മോട്ട് എന്നുള്ള ഇതും കൂടി കാണിച്ചു തരാം കേട്ടോ, ടൈം ഉണ്ടെങ്കിൽ. സ്മോട്ട് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. ഈ സപ്പോർട്ട് ഒരേപോലെ ആക്കണം എന്ന് പറഞ്ഞില്ലേ, ഡാറ്റ
ഏതെങ്കിലും ഒരു ദിവസം എടുത്തു തരാം. പിന്നെ ഇതൊക്കെ എടുക്കാനുള്ള PCA എന്തൊക്കെ അല്ലേ, PCA പിന്നെ അത് ഇട്ട് കേൾക്കണേ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് L1 L2 XGBoost വരുന്നുണ്ട്. അത് ജസ്റ്റ് ഡിഫൈൻ ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ. ആ ഈ സാധനമൊക്കെ എവിടെ ജസ്റ്റ് നെയിം മാത്രമായിട്ട് കൂടുതലാണല്ലോ. ഇപ്പം നമ്മൾ പാരാമീറ്റർ പാസ് ചെയ്യില്ലേ, പാരാമീറ്റർ പാസ് ചെയ്യുന്നതിൻ്റെ കൂടെ അതിൻ്റെ അതിൽ ഇങ്ങനെ വാല്യൂസ് ഉണ്ടാവും. അതിൽ റിക്ക് അണ്ടർസ്കോർ അപ്പോൾ നമ്മൾ ഈ വാല്യൂസ് പാസ് ചെയ്യില്ലേ, 0.1 to ഒരു 1 വരെയുള്ള വാല്യൂസ് ഒക്കെ വരില്ലേ, അപ്പോൾ അതിൻ്റെ റേഞ്ചിൽ തന്നെ ആയിരിക്കും ഇത് പാസ് ചെയ്യുന്നത്. പിന്നെ 2 ടൈപ്പ് ഉണ്ടല്ലോ, ലാസോയും ബ്രിഡ്ജും. മറ്റേന് സംതിങ് ആണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു റേഞ്ചും ഉണ്ടാവും 2 ടൈപ്പിന്. ഇങ്ങനെയാണ് കൊടുക്കുക. ദെൻ അതിൽ കുറച്ചധികം പാരാമീറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ GPU കണക്ട് ചെയ്യാനുണ്ട്. XGBoost GPU യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഇതിലൊരു ഫീച്ചർ ഇമ്പോർട്ടൻസ് ഫ്ലോട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് കൂടുതൽ വോട്ടിംഗ് കോൺട്രിബ്യൂഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ ലാസ്റ്റ് ഒരു സ്ലൈഡിൽ പറഞ്ഞ പോലെ, ഏതൊക്കെ എന്താണ്. പിന്നെ ഇന്നലെ ചെയ്തപ്പോൾ ക്ലാസ് വെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പ് എടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ പൈപ്പ് ലൈൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ന്യൂമറിക്കലും കാറ്റഗറിക്കലും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും. നമ്മൾ മോഡലിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ പേജ് വാല്യൂസ്, എക്സിറ്റ് ഒറിജിനൽ നെയിംസേ വരുള്ളൂ. പൈപ്പ് ലൈൻസിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഇതിങ്ങനെ ന്യൂമറിക്കൽ പേജ് വാല്യൂസ്, കാറ്റഗറിക്കൽ മന്ത് മെയ് എന്നൊക്കെ വരിക. കാറ്റഗറിക്കൽ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഏതാണോ അപ്ലൈ ചെയ്തത് അതാണ് ഇവിടെ വരിക. അതാണ് ആ ഒരു ന്യൂമറിക്കൽ അണ്ടർസ്കോർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ഇതിൽ കൊടുത്തേക്കണേ ആദ്യം ആ ഒരു ട്രെയിൻഡ് മോഡൽ കളക്ട് ചെയ്യാണ് AD അല്ലെങ്കിൽ എഡ എന്ന് പറഞ്ഞിട്ട് മോഡൽ ഡോട്ട് നെയിംഡ് സ്റ്റെപ്സ്, ക്ലാസിഫയറിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റെപ്സ് യൂസ് ചെയ്യുക. ദെൻ ഫീച്ചർ നെയിംസ് ആഫ്റ്റർ പ്രീ പ്രോസസ്സിങ്. ഇത് ഓപ്ഷണലാണ്, ചെയ്യണമെന്നൊന്നുമില്ല. ഫീച്ചർ നെയിംസ് ആഫ്റ്റർ പ്രീ പ്രോസസ്സിങ്, ആ ഒരു പ്രീ പ്രോസസ്സിങ് കഴിയുമ്പോൾ എന്താണ് വരും, പൈപ്പ് ലൈനിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതാണ് ഇവിടെ ന്യൂമറിക്കൽ പേജ് വാല്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. കളക്ട് ചെയ്യുന്നതുകൊണ്ട് പൈപ്പ് ലൈനിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഫീച്ചർ നെയിംസ് ഔട്ട് എന്ന് പറഞ്ഞിട്ട്. പ്രീ പ്രോസസ്സിങ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ മെൻഷൻ ചെയ്യുന്ന നെയിംസ് ഉണ്ടാവുമല്ലോ, അതാണ് യൂസ് ചെയ്യുന്നത്. ഗെറ്റ് ഫീച്ചർ നെയിംസ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ മോഡൽ ഡോട്ട് നെയിംഡ് സ്റ്റെപ്സ് യൂസ് ചെയ്യുന്നത് പ്രീ പ്രോസറിൽ എന്തൊക്കെ സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മിസ്സിംഗ് വാല്യൂസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, എൻകോഡിങ് യൂസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഒരു മോഡൽ സ്റ്റെപ്സിൽ പ്രീ പ്രോസർ എന്നുള്ള സ്റ്റെപ്പിൽ വരുന്ന മെത്തേഡ്സിൽ ഡോട്ട് ഗെറ്റ് ഫീച്ചർ നെയിംസ് ഔട്ട് എന്ത് നെയിംസാണ് വരുന്നത് അതാണ് എടുക്കേണ്ടത്. ദെൻ ഇമ്പോർട്ടൻസ്, ഒരു ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുകയാണ്, PD ഡോട്ട് ഡാറ്റ ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് ഫീച്ചറിനെ ഫീച്ചർ നെയിംസുമായിട്ട് കളക്ട് ചെയ്യണം. ഇമ്പോർട്ടൻസിനെ ഈ AD എന്ന് പറഞ്ഞിട്ട് മോഡൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ വേരിയബിൾ, അതിലെ ഫീച്ചർ ഇമ്പോർട്ടൻസുമായിട്ട് വാല്യൂസായിട്ടും കളക്ട് ചെയ്യണം. ദെൻ സോർട്ട് വാല്യൂസ്, ഈ ഒരു വാല്യൂസ് സോർട്ട് ചെയ്യണം. ഇമ്പോർട്ടൻസ് ഈക്വൽ ടു ഇമ്പോർട്ടൻസ്
ഡോട്ട് സോർട്ട് വാല്യൂസ് ബൈ ഇമ്പോർട്ടൻസ് അസെൻഡിങ് ഫാൾസ് ഒരു റേഞ്ചിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളത്. ദെൻ ബാക്കിയുള്ളത് ഫിഗർ സൈസ് സെറ്റ് ചെയ്യുന്നു, ബാർ പ്ലോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, ഡാറ്റ ഇമ്പോർട്ടൻസ് ഹെഡ് 10 എന്ന് പറയുമ്പോൾ ആദ്യത്തെ 10 വാല്യൂസാണ് എടുക്കേണ്ടത്. ദെൻ എക്സ് ഇമ്പോർട്ടൻസും വൈ ഫീച്ചറുമായിട്ട് പാസ് ചെയ്യുക. ദെൻ പി എൽ ടി ഡോട്ട് ടൈറ്റിൽ ടോപ്പ് 10 ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്, പി എൽ ടി ഡോട്ട് എക്സ് ലേബൽ ഇമ്പോർട്ടൻസ് സ്കോർ ഫീച്ചേഴ്സ്, ടൈറ്റിൽ ലേഔട്ട് ഷോ. ചെയ്യണമെന്നില്ല, ഓപ്ഷണലാണ്, അത്രയാണ്. ദെൻ പിന്നെ ROC കർവിൻ്റെ ഒരു ഡിസ്പ്ലേ. പ്രഡിക്ഷൻ പ്രോബബിലിറ്റീസിൻ്റെ ഇതില്ലേ, അതിന് വേണ്ടിയിട്ട് മോഡൽ എക്സ് ടെസ്റ്റും വൈ ടെസ്റ്റുമാണ് പാസ് ചെയ്യുന്നത്. ROC കർവ് ഡിസ്പ്ലേ ഫ്രം എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് കർവ് ഡിസ്പ്ലേ പ്ലോട്ട് ചെയ്യിക്കുന്നു. ഇന്നലെ ROC സ്കോർ ചെക്ക് ചെയ്തപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ വയ്ക്കുന്നു, ട്രൂ പോസിറ്റീവ് റേറ്റിൻ്റെ ആ റേഞ്ചിലേക്ക് വരുമ്പോൾ അത് ഹയർ അക്യുറസി വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ല. അതേപോലെ തന്നെയാണ് AOC 0.91 എന്നുള്ള ഇതിൽ. ദെൻ പ്രിസിഷൻ റീകോൾ ഡിസ്പ്ലേ, പ്രിസിഷൻ റീകോൾ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. പോസിറ്റീവ് ലേബൽ ട്രൂ പൈപ്പ് ലൈൻ.